ഹലോ മക്കളെ, ടെല്ല ക്ലാസ്സസിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സീരീസിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. നമുക്കറിയാം നീറ്റ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് കൺസെപ്റ്റുകൾ പഠിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മുന്നേറിക്കൊണ്ട് കൺസെപ്റ്റുകൾ പക്കയാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന പാഠത്തെ കുറിച്ചാണ്. ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്ന സീരീസ്? സൊല്യൂഷൻ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ നന്നായി പഠിക്കാം, വൃത്തിക്ക് പഠിക്കാം. വേടാ സൊല്യൂഷൻസ്. എൻ്റെ എൻ സി ആർ ടിയിൽ ഞാൻ സൊല്യൂഷനുകൾ ഫസ്റ്റ് പേജിൽ നോക്കുമ്പോൾ എൻ സി ആർ ടി ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടടാ. അത് നമുക്ക് തുടങ്ങിക്കൊണ്ട് നോക്കാം. ആദ്യം അവർ പറയുന്നത് ബ്രാസിനെ കുറിച്ചും ബ്രോൺസിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താടാ ബ്രാസ്, എന്താടാ ബ്രോൺസ് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളിനെ, ഞാനൊരു കോപ്പറിനെ എൻ്റെ സിങ്ക് മെറ്റലുമായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു അലോയ് ഉണ്ടാക്കിയാൽ അതിനെ ഞാൻ ബ്രാസ് എന്ന് വിളിക്കും. അപ്പോൾ ബ്രോൺസ് എന്താടാ നോക്കണേ. അതേ കോപ്പറിനെ ഞാൻ ടിന്നുമായി മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ ബ്രോൺസ് എന്ന് വിളിക്കുമേ. എങ്കിൽ കുട്ടികൾ പറയാ ജർമ്മൻ സിൽവർ എന്തായിരിക്കും എന്നറിയുമോ? എൻ്റെ ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞാൽ ഞാൻ കോപ്പറിനെ സിങ്കിൻ്റെ കൂടെ നിക്കലും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു അലോയ് ഉണ്ടാക്കിയാൽ അതിനെ ഞാൻ ജർമ്മൻ സിൽവർ എന്ന് വിളിക്കും. ഇത്രയും 3 കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേടാ? അടുത്ത കാര്യം നോക്കാം. എൻ സി ആർ ടിയിൽ അടുത്ത പറയുന്ന എന്താണെന്നറിയുമോ? റാറ്റ് പോയിസൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. അതിൽ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേതാ കോമ്പൗണ്ട് എന്നറിയോ? സോഡിയം ഫ്ലൂറൈഡ്. ഏതാണ് മക്കളെ? സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് റാറ്റ് പോയിസണിൽ ഉപയോഗിക്കുന്നതായി എൻ സി ആർ ടിയിൽ പറയുന്നത്. ഇനി നമ്മളുടെ ഫ്ലൂറോഡയോഡിന്റെ കോൺസെൻട്രേഷനുകൾ 3 കോൺസെൻട്രേഷനുകളെ പറ്റി എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണെന്നറിയാമോ? 1 ppm, രണ്ടാമത്തേത് 1.5 ppm, മൂന്നാമത്തേത് ഹൈ കോൺസെൻട്രേഷനിൽ. ഇങ്ങനെ മൂന്ന് കോൺസെൻട്രേഷനുകളെ പറ്റി നമ്മളുടെ എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട്. അപ്പോൾ 1 ppm ആണെങ്കിൽ ഫ്ലൂറൈഡ് ആണെങ്കിൽ അത് ഹെൽപ്സ് ടു പ്രിവെന്റ് ടീത്ത് ഡീക്കേ. എങ്ങനെയാടാ? നമ്മളുടെ ടീത്ത് ഡീക്കേ പ്രിവെന്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ഫ്ലൂറിന്റെ അയോൺ 1 ppm ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അതേസമയം അത് 1.5 ppm ആയാൽ അത് ടീത്ത് നശിക്കുന്നതിനായ ടീത്ത് മോട്ടിൽഡ് എന്ന ആകുന്ന രീതിയിലേക്ക് മാറിപ്പോകും. ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് പോയിസണസ് ആണെന്നും എൻ്റെ എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ കുട്ടികൾ ചോദിക്കേ, സാറേ എന്താണ് ഈ ppm? നമ്മൾ പഠിക്കും. ppm എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. ഒരു മില്യണിൽ എത്ര പാർട്സ് എന്നാണ് പാർട്സ് പെർ മില്യൺ എന്നായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞടാ. ഇനിയാണ് നമ്മൾ സൊല്യൂഷൻ എന്നിലേക്ക് പോകാൻ പോകുന്നത്. നോക്കടാ, സൊല്യൂഷൻസ്. എന്താടാ സൊല്യൂഷൻസ്? എല്ലാവരും നോക്ക്. ഞാൻ നോക്കുമ്പോൾ സൊല്യൂഷൻസ് ആർ, എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more than 2 components. 2 അതിലധികമോ കോമ്പോണൻസിനെ എടുത്ത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ് കിട്ടുന്നതെങ്കിൽ അതാണ് സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ മക്കൾ ചോദിക്കേ, എന്താടാ ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയും, ഞാനൊരു മിക്സ്ചർ എടുത്താൽ എൻ്റെ കമ്പോസിഷനും പ്രോപ്പർട്ടിയും ഓൾ ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ സെയിം ആണെങ്കിൽ ഞാൻ അതിനെ വിളിക്കും ഹോമോജീനിയസ് മിക്സ്ചർ. അങ്ങനെ അല്ല എങ്കിലോ ഞാൻ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കും. പെർഫെക്റ്റ് അല്ലേടാ? ഇനി 2 or 2ൽ അധികമോ കമ്പോണൻസിനെ എനിക്ക് മിക്സ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഈ പാഠത്തിൽ ബൈനറി സൊല്യൂഷൻസുകളെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ബൈനറി സൊല്യൂഷൻസ് എന്ന് അറിയണ്ടേ? 2 കമ്പോണൻസിനെ എടുത്തുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിനെ ഞാൻ പറയുന്നതാണ് ബൈനറി സൊല്യൂഷൻ എന്നുള്ളത്. നോക്കാം. 2 കമ്പോണന്റ് ഞാൻ മിക്സ് ചെയ്യുന്നെങ്കിൽ ഞാൻ അതിനെന്ത് വിളിക്കും? ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 കോമ്പൗണ്ടുകളെ ഞാൻ വിളിക്കും. ഒരെണ്ണത്തിനെ ഞാൻ സൊല്യൂട്ട് എന്ന് വിളിക്കും, ഒരെണ്ണത്തിനെ ഞാൻ സോൾവെന്റ് എന്ന് വിളിക്കും. അപ്പോൾ മക്കളെ പറ, എന്തായിരിക്കും സൊല്യൂട്ട്, എന്തായിരിക്കും സോൾവെന്റ്? നോക്കണേ. എന്തായിരിക്കും സൊല്യൂട്ട്, എന്തായിരിക്കും സോൾവെന്റ്? നോക്കാം നമുക്ക്. എന്തായിരിക്കും സൊല്യൂട്ട്,
എന്തായിരിക്കും സോൾവെന്റ്? ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ അളവിൽ എടുക്കുന്നതാരോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സോൾവെന്റ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ അളവിൽ ഏതിനെയാണ് എടുക്കുന്നത് അതിനെ നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കും. അപ്പൊ കുറഞ്ഞ അളവിൽ എടുക്കുന്നത് ആരോ? അത് സൊല്യൂട്ട്. പെർഫെക്റ്റ് അല്ലേടാ? സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? എന്നാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുകയാണ്. എന്താണെന്ന് അറിയോ? ഞാൻ ഇവരെ തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവില്ലേ? ദാറ്റ് ക്യാൻ ബി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, ഒരു സൊല്യൂഷന് ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവില്ലേ? ആ ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴും ഞാൻ എടുക്കുന്ന സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനോട് ഈക്വൽ ആയിരിക്കും. സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ എൻ്റെ സൊല്യൂഷൻ ലിക്വിഡ് ആയിരിക്കും. സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ എൻ്റെ സൊല്യൂഷൻ ഗ്യാസ് ആയിരിക്കും. സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ എൻ്റെ സൊല്യൂഷനും സോളിഡ് ആയിരിക്കും. പെർഫെക്റ്റ് അല്ലേടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുക. ഒന്നുമില്ലല്ലോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഞാൻ നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ 3 തരത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഗ്യാസിയസ് സൊല്യൂഷൻ, ഒന്ന് ലിക്വിഡ് സൊല്യൂഷൻ, ഒന്ന് സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സോൾവെന്റ് ഗ്യാസിയസ് സൊല്യൂഷൻ, സോൾവെന്റ് ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ. ഞാൻ പറഞ്ഞില്ലടാ മക്കളെ, ഫിസിക്കൽ സ്റ്റേറ്റ് സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും ഈക്വൽ ആവുന്നത്. അത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗ്യാസ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സോൾവെന്റും ഞാൻ ഗ്യാസിനെ എടുക്കുന്നു, എൻ്റെ സൊല്യൂട്ടും ഞാൻ ഗ്യാസിനെ എടുത്താൽ ഗ്യാസിലേക്ക് മിക്സ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഓക്സിജനെ ഞാൻ നൈട്രജൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്യുന്നു. നൈട്രജൻ ഗ്യാസ് അവിടെ ഉണ്ട്, അതിലേക്ക് ഞാൻ കൊണ്ടുപോയി ഓക്സിജൻ ഗ്യാസ് മിക്സ് ചെയ്താൽ രണ്ടും ഗ്യാസ് അല്ലേടാ? അപ്പോൾ അതെന്താ? ഗ്യാസ് സൊല്യൂഷൻ. അടുത്തത് ഇനി ഞാൻ ലിക്വിഡിനെ എടുത്തുകൊണ്ട് ഞാൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും സോൾവെന്റ് ഗ്യാസ് അല്ലേടാ? അപ്പോൾ ഇതെന്ത് സൊല്യൂഷനാ? ഗ്യാസിയസ് സൊല്യൂഷൻ തന്നെയല്ലേ? എങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ക്ലോറോഫോം എന്ന് പറയുന്ന ലിക്വിഡിനെ എടുത്ത് ഞാൻ നൈട്രജൻ ഗ്യാസിൽ മിക്സ് ചെയ്താൽ എനിക്ക് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസിയസ് സൊല്യൂഷനെ കിട്ടും. മൂന്നാമതായി ഞാനൊരു സോളിഡിനെ എടുത്ത് ഞാൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്യുകയാണ്. സോൾവെന്റ് എന്താടാ? ഗ്യാസ് അല്ലേ? അപ്പോൾ അതെന്ത് സൊല്യൂഷനാ? ഗ്യാസിയസ് സൊല്യൂഷൻ തന്നെയായിരിക്കും. അതിന് എക്സാമ്പിളാണ് ക്യാംഫറിനെ ഞാൻ എടുത്തിട്ട് നൈട്രജൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്യുന്നു. അടുത്തത് നോക്കാം, ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വരണം എൻ്റെ സോൾവെന്റ് എന്തായിരിക്കും? എടാ, ലിക്വിഡ് ആയിരിക്കും. ഉറപ്പല്ലേടാ? എൻ്റെ സോൾവെന്റ് ഇവിടെ 3 ലിക്വിഡ് ആണ്. എങ്കിൽ 3 തരത്തിൽ വരാം. ആദ്യം ഞാൻ ഗ്യാസിനെ എടുത്തുകൊണ്ട് ലിക്വിഡിൽ മിക്സ് ചെയ്യുന്നു. അതെന്ത് സൊല്യൂഷൻ ആയിരിക്കും? ലിക്വിഡ് സൊല്യൂഷൻ ആയിരിക്കും. കാരണം എന്താ? ലിക്വിഡ് ആണ് ഇവിടെ എൻ്റെ എന്ത് സോൾവെന്റ്. വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നോക്കിക്കോ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസിനെ ഞാൻ നേരെ വെള്ളത്തിലേക്ക് പിടിച്ചിടുന്നു. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതെന്ത് സൊല്യൂഷൻ? ലിക്വിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. എളുപ്പമല്ലേടാ? രണ്ടാമതായിട്ട് ഞാൻ ലിക്വിഡും കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ എക്സാമ്പിൾ എത്തനോളിനെ ഞാൻ പിടിച്ച് വെള്ളത്തിലോട്ട് ഇടുന്നു. എളുപ്പം. അടുത്തത് ഞാൻ സോളിഡിനെ പിടിച്ച് ഞാൻ ലിക്വിഡിലേക്ക് ഇടാൻ പോവുകയാണ്. എൻ്റെ എക്സാമ്പിൾ എന്താ? ഗ്ലൂക്കോസിനെ ഞാൻ പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇടുന്നു. പഞ്ചസാര വെള്ളത്തിൽ കലക്കുന്നു. പഞ്ചസാര എന്ന് പറയുന്നത് സോളിഡാണ്, വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡാണ്. അതെന്ത് സൊല്യൂഷൻ ആയിരിക്കും? സോളിഡ് സൊല്യൂഷൻ ആണോ? അല്ല, അത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. കാരണം എന്നാ? എൻ്റെ സോൾവെന്റ് ഇവിടെ ലിക്വിഡാണ്. സിമ്പിൾ കൺസെപ്റ്റ്. അടുത്തതിലേക്ക് പോകാം. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നതിലേക്ക് നോക്കുമ്പോൾ എൻ്റെ സോൾവെന്റ് ഇവിടെ എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ആദ്യം ഞാൻ ഗ്യാസിനെ പിടിച്ചുകൊണ്ട് സോളിഡിലേക്ക് ഇട്ടു. എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രോജൻ ഇൻ പെലേഡിയം, നമ്മൾ പഠിക്കുന്ന H2PD എന്ന് പറയുന്ന കാറ്റലിസ്റ്റുകളെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷൻ ആണ്. അടുത്തത് ഞാൻ ലിക്വിഡിനെ പിടിച്ചുകൊണ്ട് സോളിഡിലേക്ക് ഇടാൻ പോവുകയാണ്. വിച്ച് ഈസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം എടുത്താൽ എൻ്റെ NaHG അമാൽഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് എന്ത് സൊല്യൂഷനാടാ? സോളിഡ് സൊല്യൂഷൻ ആണ്. ബിക്കോസ് നമ്മൾ ലിക്വിഡിനെ പിടിച്ച് സോളിഡിലേക്ക് കണ്ടിട്ടത്. ഇനി അടുത്തത് ഞാൻ സോളിഡും കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാടാ സോളിഡ് മിക്സ് ചെയ്യുക? ഹീറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒരു പരുവത്തിലാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? കോപ്പറിനെ പിടിച്ചുകൊണ്ട് ഗോൾഡിലേക്ക് എടുത്തിടും. അപ്പോൾ എന്ത് കിട്ടി? എനിക്ക് ഒരു കോപ്പർ ഇൻ ഗോൾഡായ സോളിഡ് സൊല്യൂഷനെ കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കൺസെപ്റ്റ്. ചോദ്യങ്ങൾ വരാം. അടുത്തതിലേക്ക് പോകാം. ഇനി എന്താണെന്ന് അറിയോ മക്കളെ? നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, എൻ്റെ
ഹോമോജീനിയസ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഹോമോജീനിയസ് സൊല്യൂഷനിൽ ഞാൻ പറഞ്ഞു ഹോമോജീനിയസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് പ്രോപ്പർട്ടിയും കമ്പോസിഷനും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ലടാ. അപ്പോൾ അതിൽ പ്രോപ്പർട്ടി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം? ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ കളർ, ഇതൊക്കെ സെയിം ആവുമെന്നാണ് പറയുക. ഇനി കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ എത്രയുണ്ട്, അതിൽ എത്ര അളവ് ഉണ്ട് എന്നാണ് കമ്പോസിഷൻ പ്രകാരം ഉദ്ദേശിക്കുന്നത്. എനിക്ക് രണ്ട് തരത്തിൽ എൻ്റെ കമ്പോസിഷനെ എനിക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഐദർ ബൈ ക്വാളിറ്റേറ്റീവ്ലി ഓർ ബൈ ക്വാണ്ടിറ്റേറ്റീവ്ലി. എങ്ങനെയൊക്കെയാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? ക്വാളിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ്ലി എനിക്ക് ക്വാളിറ്റി രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ലടാ, ജസ്റ്റ് ഞാൻ പറയാണ്, അതിൽ സാധനമുണ്ട്, അതിൽ പഞ്ചസാരമുണ്ട്, അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, പക്ഷെ അത് ഭയങ്കര ഡൈലൂട്ടഡ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അതായത് അളവിനെ കുറിച്ച് ജസ്റ്റ് ഒരു പറച്ചിൽ പറയുന്നു, പക്ഷെ അതിൽ എത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? നമ്മൾ 30 ഗ്രാം ഉണ്ട് എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് പറയാണ് അതിലത് ഉണ്ട്, അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, അത് ഭയങ്കര ഡൈല്യൂട്ട് ആണ് എന്ന് പറയുന്നില്ല. അതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ വ്യക്തമായിക്കൊണ്ട് ഇന്ന സൊല്യൂഷനിൽ ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര മില്ലി ലിറ്റർ കമ്പോണന്റ് ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എനിക്ക് മെയിൻലി 7 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തേത് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തേത് വോളിയം പെർസെൻറ്റേജ്, മൂന്നാമത്തേത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, നാലാമത്തേത് പാർട്സ് പെർ മില്യൺ, അഞ്ചാമത്തേത് മോൾ ഫ്രാക്ഷൻ, ആറാമത്തേത് മൊളാരിറ്റി, ഏഴാമത്തേത് മൊളാലിറ്റി. അപ്പോൾ ഇവിടെ നോക്കടാ, മോൾ ഫ്രാക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ കൈ ഉപയോഗിക്കും. മൊളാലിറ്റിയെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ എം ഉപയോഗിക്കും. മൊളാലിറ്റിയെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ സ്മോൾ ലെറ്റർ എം ആണ് ഉപയോഗിക്കുക. മനസ്സിലായോ? നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് മാസ് പെർസെൻറ്റേജ്. എന്താടാ മാസ് പെർസെൻറ്റേജ്? ഒന്നുമില്ലടാ, ഞാനൊരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു 30 ഗ്രാം ഗ്ലൂക്കോസിനെ എടുത്തു. ഞാൻ അതിനെ എടുത്ത് 70 ഗ്രാം വെള്ളത്തിലോട്ട് ഇട്ടു. ഞാൻ എന്താ ചെയ്തത്? 30 ഗ്രാം ഗ്ലൂക്കോസിനെ 70 ഗ്രാം വെള്ളത്തിലേക്ക് എടുത്തു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മാസ് ഓഫ് ദ കമ്പോണന്റ് ഏതാ? ഈ കമ്പോണന്റ് ഞാൻ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഇവിടെ 70 എന്നാണോ നമ്മൾ എഴുതേണ്ടത്? അല്ല. കാരണം എന്താടാ? H2O എന്ന് പറയുന്നത് ഇവിടെ സോൾവെന്റ് ആണ്. എന്താണ്? സോൾവെന്റ് ആണ്. ഈ സൊല്യൂട്ടിനെയും ഈ സോൾവെന്റിനെയും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ സൊല്യൂഷന് കിട്ടുക. നമ്മൾ ഇത്ര നേരം ഇതല്ലേ പറഞ്ഞേ? സൊല്യൂഷന് കിട്ടുമ്പോൾ 30 + 70 100 ഗ്രാം ആണ് എൻ്റെ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം മാസ് ഓഫ് ദ കമ്പോണന്റ് 30 എഴുതി. ഇനി ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എത്ര? 70 ആണോ? പറ. അല്ലല്ലോ, നമ്മൾ എത്രയാണ്? 30 + 70 100 എന്ന് എഴുതി. ഇൻറ്റു 100 എന്നാക്കിയാൽ ഇത് രണ്ട് കട്ട് ചെയ്ത് പോയി. 30% ആണ് എൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലൊരു കാര്യം NCERT പറയുന്നത് എന്താണെന്നറിയോ? ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തതാണ്. നമ്മളുടെ കൊമേഴ്ഷ്യൽ ബ്ലീച്ചിങ് സൊല്യൂഷൻ. എന്താണ്? കൊമേഴ്ഷ്യൽ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ നമ്മൾ 3.62 മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 3.62 മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. വോളിയം പെർസെൻറ്റേജ്. ഞാൻ എൻ്റെ ഫോർമുല നോക്കുന്നു. വോളിയം ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഇത് തന്നെയല്ല നമ്മൾ മാസ് പെർസെൻറ്റേജിന് പഠിച്ചത്. അവിടെ മാസ് ആയിരുന്നു, ഇവിടെ വോളിയം ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ ഒരു 30 ഗ്രാം എത്തനോൾ എടുത്ത് ഞാൻ 70 ഗ്രാം 30 മില്ലി ലിറ്റർ, സോറി, ഇവിടെ വോളിയമാണ് 30 മില്ലി ലിറ്റർ എത്തനോളിനെ ഞാൻ എടുത്തുകൊണ്ട് 70 മില്ലി ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ടാൽ, പറ മക്കൾ പറ, എന്താ ഇവിടെ വോളിയം? എന്താ? 30 അല്ലേ? കമ്പോണന്റ് വോളിയം 30 അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്താടാ? 70 ആണോ? പറ, 70 ആണോ? അല്ല. വോളിയം എന്ന് ഇതെന്ത്? H2 എന്ന് പറയുന്നത് എൻ്റെ സോൾവെന്റ് ആണ്. എൻ്റെ ഇവിടെ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം ആണെന്ന് പറയുന്നത്. എനിക്കറിയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 30 + 70 100 മില്ലി ലിറ്റർ ഇൻറ്റു 100 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 100 മെട്ടിപ്പോയി 30 വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കിട്ടും. എളുപ്പമല്ലേടാ? എന്തെങ്കിലും ഉണ്ട് ഇതിൽ പഠിക്കാൻ. പക്ഷെ നോക്കിക്കോ, ഇതിലും NCERT ഒരു പോയിന്റ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ?
35 വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഏതാടാ? എത്തിലീൻ ഗ്ലൈക്കോളിനെയാണ് നമ്മൾ ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്നത് 35 വോളിയം പെർസെൻറ്റേജ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. സിമ്പിൾ, കഴിഞ്ഞു. അടുത്തിലോട്ട് നമ്മൾ വേഗം പോകുന്നു. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഒന്നുമില്ല, 100 ml ഞാൻ സൊല്യൂഷൻ എടുക്കുന്നത്. സോൾവെന്റ് ആണോ? അല്ല. സൊല്യൂഷൻ എടുത്തപ്പോൾ അത് എത്ര മാസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നതാണ് ഇതിൽ. 100 ml ഓഫ് സൊല്യൂഷനിൽ എത്ര മാസ് ഗ്രാം ഉണ്ടെന്നുള്ളതിനാണ് ഞാൻ എന്ത് പറയുന്നത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലടാ, ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കാന്നറിയോ? ജനറലി നമ്മൾ മെഡിസിനിലും അതേപോലെ ഫാർമക്കോളജിയിലൊക്കെ, അതായത് മെഡിസിൻ ഫാർമക്കോളജി എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മൾ ജനറലി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? അടുത്തതിലോട്ട് പോവല്ലേടാ? അടുത്തതിലോട്ട് പോവാം. പാർട്സ് പെർ മില്യൺ. ഒന്നുമില്ലടാ, പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭയങ്കര ഡൈല്യൂട്ടായ കമ്പോണൻസ്. നമ്മളവിടെ ഫ്ലൂറിൻ പറഞ്ഞു 1 parts per million എന്ന്. ഭയങ്കര ഡൈല്യൂട്ടഡ് ആയ കമ്പോണൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര, അതിപ്പോൾ 100 ആണെങ്കിൽ ചിലപ്പോൾ 0.000 എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ഓക്കെ, അതിനെ എളുപ്പ വഴി വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്സ് പെർ മില്യൺ. എന്താ പാർട്സ് പെർ മില്യൺ? 1 മില്യണിൽ എത്ര ഉണ്ട്, എത്ര പാർട്സ് ഉണ്ട്, 1 മില്യണിൽ എത്ര എൻ്റെ പാർട്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പാർട്സ് പെർ മില്യൺ. ഇവിടെ 100 ആണെങ്കിൽ അത് മാസ് പെർസെൻറ്റേജ് ആയി. ഓക്കെ അല്ലേ? എത്ര മാസ് ഓഫ് ആണെങ്കിൽ അത് 100 ആണെങ്കിൽ അത് മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്. 10⁻⁶ ആണെങ്കിൽ ഇവിടെ എന്താടാ? പാർട്സ് പെർ മില്യൺ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതിലോട്ട് പോകാം. മോൾ ഫ്രാക്ഷൻ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതോടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും സെറ്റ് ആവും. ആദ്യം ഞാൻ എൻ്റെ മോൾ ഫ്രാക്ഷൻ ഞാൻ റെപ്രസെൻറ്റ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. എന്ത് കൈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നോക്കാം. ഫസ്റ്റ് എൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ്, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ നമ്പർ ഓഫ് മോൾസ്? എന്താടാ നമ്പർ ഓഫ് മോൾസ് എന്നറിയോ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാസിനെ ഞാൻ മോളാർ മാസുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് നമ്പർ ഓഫ് മോൾസ്. ഇപ്പോൾ നോക്കണേടാ, ഞാൻ 9 ഗ്രാം H2O എടുത്താൽ ഇതിൽ എത്ര മോൾ ഉള്ളത് കണ്ടുപിടിക്കാം. നോക്കാം. ഇവിടെ മാസ് എന്താ? 9 ഗ്രാമിൽ എടുത്തിരിക്കുന്നത്. മോളാർ മാസ് ഓഫ് H2O എത്ര? ഓക്സിജന്റെ 16, ഒരു O ആണെങ്കിൽ 16, 2 H2 2, 16 + 2 18 ഈക്വൽ ടു ഹാഫ് മോൾ അല്ലെങ്കിൽ 0.5 മോൾ ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേടാ? നോക്കണേ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്താടാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പൗണ്ടർ. നമ്മൾ ഏത് കമ്പൗണ്ടിൻ്റെയാണ് മിക്സ് ചെയ്യുന്നത്? അതായത് ഞാനൊരു എനെ പിടിച്ചിട്ട് ഞാൻ ബിയിലേക്ക് മിക്സ് ചെയ്യാണ്. ഒരെണ്ണം സോൾട്ട്, ഒരെണ്ണം സോൾവെൻ്റ് ആണെന്ന് വിചാരിക്കാൻ. ഇപ്പോൾ എയുടെ മോൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നെങ്കിൽ കൈ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് N ഓഫ് എ പ്ലസ് N ഓഫ് ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആയിരിക്കും. എളുപ്പമല്ലേടാ? എന്താടാ എൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ? എൻ്റെ കമ്പോണൻറ്റ് എയുടെ നമ്പർ ഓഫ് മോൾസ്, എൻ്റെ സൊല്യൂഷനിൽ എക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എയും ബിയും അല്ല എൻ്റെ സൊല്യൂഷനുള്ളത്. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് ബിയുടെ നമ്പർ ഓഫ് മോൾസ് അല്ലേ? എളുപ്പമല്ലേടാ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? എനിക്ക് ബിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് മക്കൾ പറ എന്തായിരിക്കും? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. എളുപ്പമല്ലേടാ? എന്തെങ്കിലും ഉണ്ടോടാ? ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്നറിയോ? ഞാൻ ഈ കൈ എയിനെയും കൈ ബിനെയും ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് 1 കിട്ടും. കൈ എ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവില് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, എന്താ പറയുക, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കുക, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിച്ചത് അതിനെ 1ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കിട്ടില്ലടാ. നോക്കിക്കോ, നമുക്ക് കൈ ബി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കൈ എ അല്ലേ? അപ്പോൾ കൈ ബി വരിക. നോക്കിക്കോ, ഈ കൈ എനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് മൈനസ് ആയി. അപ്പോൾ കൈ ബി ഈക്വൽ ടു 1 മൈനസ് കെ അല്ലേ? കൈ എ അല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ വീണ്ടും ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അടുത്തതിലേക്ക് പോകാം. എളുപ്പം കാര്യങ്ങൾ നോക്കാം. അടുത്തതാണ് എൻ്റെ മൊളാരിറ്റി. എന്താടാ? മൊളാരിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ ഒരു സൊല്യൂട്ടിനെ എടുത്ത് സോൾവെന്റ് ഉണ്ടാക്കി സൊല്യൂഷൻ ഉണ്ടാക്കി. ഓക്കെ, അതിൽ എൻ്റെ മോൾസ് ഓഫ് ദ സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്.
ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അടുത്തതിലോട്ട് പോയാലേ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. എളുപ്പമാടാ, ഒന്നുമില്ലടാ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 2 മോള് എടുത്തിട്ട് എന്തിലേക്ക് ഇട്ടു? ഞാൻ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടാൽ എൻ്റെ മൊളാരിറ്റി എന്താണെന്നറിയോ? 2 മോള് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാക്കി. 2 മോൾ എടുത്തിട്ട് ഞാൻ 2 ലിറ്റർ എന്ന് പറയുന്ന ഒരു സോൾവെന്റും കൂട്ടി 2 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ ഓഫ് മോൾസ് ആ കമ്പോണിൻ്റെ 2 ഡിവൈഡ് ബൈ 2 മോൾ ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വിച്ച് ഈസ് 2 ലിറ്റർ. 2 ക്യാൻസൽ ചെയ്താൽ മൊളാരിറ്റി ഒന്നായിരിക്കും. എളുപ്പമല്ലേടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തതിലോട്ട് പോകാം. മൊളാലിറ്റി എന്താണ്? മൊളാലിറ്റി ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കറക്റ്റ് ആണ്. സോറി, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പെർഫെക്റ്റ് ആണ്. മൊളാരിറ്റിയെ പോലെ തന്നെ. പക്ഷെ അടിയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ സോൾവെന്റ് ആണ്. ഇത്രയും നേരം നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ടാണ് കളിച്ചത്. പക്ഷെ മൊളാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സൊല്യൂഷൻ അല്ലേ? ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു? 2 മോൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 3 കിലോഗ്രാം സോൾവെന്റിലേക്ക് മിക്സ് ചെയ്തു. സോൾവെന്റ് ആണ്. ഓക്കെ അല്ലേ? 2 മോൾ എടുത്തിട്ട് ഞാൻ 3 കിലോഗ്രാം സോൾവെന്റിലേക്കാണ് ഞാൻ മിക്സ് ചെയ്തത്. സൊല്യൂഷൻ അപ്പോൾ എത്രയും 3 കിലോഗ്രാമിനായിട്ട് കൂടുതലായിരിക്കും. കാരണം എന്താ? ഇവിടെ ഞാൻ സോൾവെന്റ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. സൊല്യൂഷന് ഈ 2 മോളിൻ്റെ വെയിറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ മൊളാലിറ്റി എന്താണെന്ന് അറിയോടാ? 2 മോളല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അത് എത്രയാണ്? 3 കിലോഗ്രാം ആണ്. 2/3 ആയിരിക്കും എൻ്റെ മൊളാലിറ്റി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെർഫെക്റ്റ് അല്ലേടാ? സിമ്പിൾ കാര്യമല്ലേ? അടുത്തതിലോട്ട് പോകാം. നോക്കാം. എന്താണെന്നറിയോടാ? ഈ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് തന്നിട്ട് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നമ്മളോട് പോയി മൊളാരിറ്റി കണ്ടുപിടിക്കാൻ തന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ്, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് മൊളാരിറ്റി ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി. പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ അല്ലേ? പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അടുത്തത് മൊളാലിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ m/1000 ബൈ d/1000 മൈനസ് m/m. ഈ m എന്താണ്? മൊളാരിറ്റിയാണ്. ക്യാപിറ്റൽ മൊളാരിറ്റിയാണ്. ഇത് മൊളാലിറ്റി. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ d/1000 മൈനസ് മൊളാരിറ്റി ഇൻറ്റു മാസ് ഓഫ് ദ സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ അല്ലേ? മോളാർ മാസ് ആണ്, ഇത് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. പെർഫെക്റ്റ് അല്ലേടാ? അടുത്തതിലോട്ട് പോകാം. നോക്കാം. സോല്യൂബിലിറ്റി. ഒന്നുമില്ലടാ. എടാ, എന്താടാ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്നറിയോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു വെള്ളം എടുക്കുകയാണ്. ഞാൻ എന്താ എടുത്തത്? ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തു. അതിലേക്ക് ഞാൻ ഗ്ലൂക്കോസിനെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് വെള്ളമായി അലിഞ്ഞു ചേരുന്നില്ലേ? അതാണ് സോല്യൂബിലിറ്റി. അന്നേരം ഞാൻ മാക്സിമം ഇട്ട് ഈ സൊല്യൂട്ടിനെ, ഈ പഞ്ചസാരനെ ഞാൻ ഇട്ട് അതിൽ അലിയാത്തൊരു അവസ്ഥ വരില്ലേ? ആ അവസ്ഥയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും ഇല്ലേ? ആ വെള്ളത്തിന് മാക്സിമം അലിയാവുന്ന ഒരു സൊല്യൂഷനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇനിയും അലിയിക്കാൻ അല്ലെങ്കിൽ അലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമില്ലേ, അത് നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അതിൻ്റെ വ്യത്യാസം മനസ്സിലാടാ? ഒന്നുമില്ല. ഒന്നൊരു പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു വെള്ളത്തിലേക്ക് എടുത്തു, അതിൽ 5 ഗ്രാം ഷുഗർ ഇട്ടപ്പോൾ അത് അലിഞ്ഞു. വീണ്ടും ഒരു 5 ഗ്രാം ഇട്ടപ്പോൾ വീണ്ടും അലിഞ്ഞു. അപ്പോൾ മൊത്തം ഇങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അല്ലേ? അതായത് അതിൽ സോല്യൂബിൾ ആവുന്നില്ലേ? അതിനെ ഞാൻ എന്ത് പറയുന്നു? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഷുഗർ ഇട്ടപ്പോൾ അതിൽ അതായത് സോല്യൂബിൾ ആവാത്തൊരു അവസ്ഥ വന്നാൽ അതിനെ ഞാൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. എളുപ്പമല്ലേടാ? അതത്രേ ഉള്ളൂ. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് പറഞ്ഞു. ഇനി നോക്കാം. ഈ സോല്യൂബിലിറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാം? സോളിഡ് ഇൻ ലിക്വിഡ്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഷുഗർ, സോൾട്ടൊക്കെ എടുത്തിടാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മെയിൻലി 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒന്ന് പ്രഷറിനെയും
ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോളിഡ് ഇൻ ലിക്വിഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പ്രഷറിനും ടെമ്പറേച്ചറിനും. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ പ്രഷറിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. ഞാനിപ്പോൾ ഒരു സോളിഡ് ഇൻ ലിക്വിഡാണ് ഞാൻ പറയുന്നത്. വെള്ളത്തിലേക്ക് ഇപ്പോൾ ലിക്വിഡിലേക്ക് ഞാൻ സോളിഡ് ആഡ് ചെയ്തിട്ട് ഞാൻ പ്രഷർ മാറ്റി കളിച്ചാൽ സോലിബിലിറ്റിക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഇവിടെ വരുന്നില്ല. അടുത്തത് ഞാൻ ടെമ്പറേച്ചറിൽ ഇവിടെ സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ചൂടാക്കിയാൽ അതിൻ്റെ സോലിബിലിറ്റി കൂടില്ലേ? അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ സോലിബിലിറ്റി കൂടും. അതേസമയം ആ സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്തു, അതാണ് എക്സോതെർമിക് ആണെങ്കിൽ അവിടെ സോലിബിലിറ്റി കുറയും. മനസ്സിലായില്ലേടാ? എളുപ്പല്ലേ? അടുത്തതിലോട്ട് പോവാം. ഗ്യാസ് ഇൻ ലിക്വിഡിലേക്ക്. എന്തിലേക്കാണ് നമ്മൾ പോകുന്നത്? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിലേക്ക് ഞാൻ ഗ്യാസിനെ ആഡ് ചെയ്തുകൊണ്ട് സോല്യൂബിൾ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നോക്കണം, നമ്മൾ ആലോചിക്കണേ. ഞാൻ ഒരു വെള്ളത്തിലേക്ക് ഗ്യാസിനെ മിക്സ് ചെയ്തു. ഞാൻ ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗ്യാസിന് എന്ത് കിട്ടും? എനർജി കിട്ടും. ഗ്യാസ് നേരെ ലിക്വിഡിൽ നിന്ന് നേരെ പുറത്തോട്ട് പോയി വേപ്പറായി പോകും. അന്നേരം ആ ലിക്വിഡിലുള്ള സോലുബിൾ ആവുന്ന ഗ്യാസിൻ്റെ അളവ് കുറഞ്ഞില്ലേ? അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവിടെ സോലിബിലിറ്റി കുറയും. മനസ്സിലായോ? പക്ഷെ നേരെ തിരിച്ച് സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താൽ സോലിബിലിറ്റി കൂടും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താടാ? ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയും. മനസ്സിലായോ? ഇനി ഈ പ്രഷർ കണ്ടോടാ, ഗ്യാസിനെ നമ്മൾ ലിക്വിഡിലേക്ക് ഇട്ടിട്ട് പ്രഷറിന് വേരിയേഷൻ വരുത്തിയാൽ ഉണ്ടാവുന്ന കാര്യങ്ങളായി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഹെൻറീസ് ലോ, റവോൾസ് ലോ ഒക്കെ നമ്മൾ ഇനി പഠിക്കാവുന്ന ഈ ഒരു കൺസെപ്റ്റിലാണ്. ഗ്യാസിനെ നമ്മൾ ലിക്വിഡിലേക്ക് ഇട്ടുകൊണ്ട് പ്രഷറിന് വേരിയേഷൻ നടത്താൻ. ഇവിടെ എന്താണെന്നറിയോ? പ്രഷർ കൂടിയാൽ സോലിബിലിറ്റി കൂടും. ഓക്കെ അല്ലേടാ? പ്രഷർ കൂടിയാൽ സോലിബിലിറ്റി കൂടും. പറഞ്ഞു തരാടാ, നോക്കാം. ഇനി ഞാൻ ചെറിയൊരു കൺസെപ്റ്റ് പറഞ്ഞു തരാൻ പോവുകയാണ് മക്കളെ. നോക്കിക്കോളണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നോക്കടാ. ഞാനിവിടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോവുകയാണ്. എൻ്റെ ഒരു ലിക്വിഡിന് ഞാൻ ഇവിടെ എടുത്തു. എന്താണ് എടുത്തത്? ഞാനൊരു ലിക്വിഡിനെ എടുത്താൽ ആ ലിക്വിഡിൽ മൊത്തം ഉണ്ടാവും ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സർഫസിലും ഇങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. നോക്കിക്കോ. അപ്പോൾ സർഫസ് പാർട്ടിക്കിളും ഉള്ളിലുള്ള പാർട്ടിക്കിളും, ഞാൻ ഈ ഒരു പാർട്ടിക്കിളിന് ഞാൻ എടുത്താൽ നോക്കിക്കോ, ഇതിന് എവിടെ നിന്നൊക്കെ അട്രാക്ഷൻ കിട്ടും? ഇങ്ങനെ ചുറ്റുമുള്ള എല്ലാവരും ഇതിനോട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് കാണിക്കുന്നില്ലേ? പക്ഷേ ഞാൻ എൻ്റെ സർഫസ് മോളിക്യൂളുകളിലേക്ക് നോക്കിയാൽ അതിന് അടിയിലുള്ളത് മാത്രമല്ലേടാ കാണിക്കുള്ളൂ. മേലെയുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നതാ? കുറച്ച് എനർജി കിട്ടിയാൽ തന്നെ ഈ സർഫസ് മോളിക്യൂൾസ് നേരെ വേപ്പറായിട്ട് പോവും. എന്താ ചെയ്യാ? നേരെ വേപ്പറായി പോവും. അതായത് ഇവാപ്പറേഷൻ നടക്കും. എന്താ അവിടെ നടക്കുന്നത്? ഇവാപ്പറേഷൻ നടക്കും. അതേപോലെ തന്നെ ചില വേപ്പർ മോളിക്യൂൾ നേരെ ലിക്വിഡിലേക്ക് വരും. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. വേപ്പറിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന കണ്ടൻസേഷൻ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഇക്വിലിബ്രിയം എത്തി എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വെസൽ ഞാൻ ഓപ്പൺ ആണെങ്കിൽ, എൻ്റെ വെസൽ ഒരു ഓപ്പൺ വെസലാണെങ്കിൽ ഈ ഉണ്ടാകുന്ന വേപ്പർ മൊത്തം എന്ത് ചെയ്യൂടാ? എസ്കേപ്പ് ചെയ്ത് പോവില്ലടാ. നോക്കട്ടെ, എന്താ ഉണ്ടായതിപ്പോ? ഉണ്ടാവുന്ന വേപ്പർ മൊത്തം അങ്ങോട്ട് പുറത്തേക്ക് പോയി. ഓക്കെ അല്ലേ? പക്ഷേ നോക്കടാ, എൻ്റെ വെസല് ക്ലോസ്ഡ് വെസലാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വേപ്പറിന് പുറത്തേക്ക് പോകാൻ വഴിയുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്ന അറിയോ? ഇവിടേക്ക് പോയി തള്ളും, ഇവിടെ പോയി തള്ളും. ഇങ്ങനെ വെസലിനെ അവിടെ ഇവിടെയും തള്ളാൻ തുടങ്ങും. അപ്പോൾ ഒരു ഫോഴ്സ് ജനറേറ്റ് ആവില്ലേ? ആ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഇവിടെ പ്രഷർ. അത് വേപ്പർ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെന്ത് പറയും? വേപ്പർ പ്രഷർ എന്ന് പറയും. മനസ്സിലായോടാ? എളുപ്പമല്ലേ? വേപ്പർ പ്രഷർ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ്? സർഫസ് മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേപ്പർ ആവും. ആ വേപ്പർ ക്ലോസ്ഡ് വെസൽസിന്റെ വാളുകളെ പോയി ഇടിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ആവും, വേപ്പർ പ്രഷർ. മനസ്സിലായോ? അടുത്തതിനോട്ട് പോവാം. ഫാക്ടേഴ്സ് ഓൺ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്. വേപ്പർ പ്രഷർ എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യോ? നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. എന്താണ്? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷേപ്പ് ഓഫ് ദ വെസൽ. വെസലിന്റെ ഷേപ്പുകളെ ഇത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല.
ഓക്കെ അല്ലേ? വെസലിന്റെ ഷേപ്പുകളെ ഇത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ഞാനൊരു സ്ക്വയർ എടുത്തു, സ്ക്വയർ വെസൽ എടുത്തു, ഞാൻ ഇങ്ങനെ ഒരു വെസൽ എടുത്തു, ഞാൻ ഇങ്ങനെ ഒരു വെസൽ എടുത്തു. എങ്ങനെ വെസൽ എടുത്താലും ഒരു ലിക്വിഡ്, സെയിം ലിക്വിഡ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മൂന്നും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാവും. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻവോൾവ്. അതായത് ഫസ്റ്റ് കാര്യം, നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ലിക്വിഡ് ഇല്ലേടാ, അതിന്റെ നേച്ചറിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് എന്താണെന്ന് ഫസ്റ്റ് ഞാൻ 2 ലിക്വിഡ് എടുത്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ എമൗണ്ട് ആയിട്ട് ഇതിലേക്ക് ഞാൻ H2O ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു RCl ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതിലേക്ക് അല്ലെങ്കിൽ RCl എന്ന് പറയുമ്പോൾ CH3Cl ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ക്ലോറോമീഥേൻ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ H2O എന്തുണ്ട് മക്കളെ? ഇതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് അല്ലേ? H2വിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. റിയൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലെന്തുണ്ട്? മറ്റു ഹൈഡ്രജൻസും മറ്റു വെള്ളത്തിന്റെ മോളിക്യൂൾസുമായിട്ട് ഇവന് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇവന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? കൂടുതലല്ലേ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് CH3Cl. ഓക്കെ അല്ലേ? അപ്പോൾ H2ന്റെ വെള്ളത്തിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ CH3Clന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെന്ന് ഞാൻ പറയുമ്പോൾ ഹീറ്റ് കൊടുത്താൽ ഇവന് ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് പോവാൻ ഇഷ്ടമല്ലേ? അതായത് ഇവിടെ നോക്കണേടാ, ഇവിടെ ബലത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, അവിടെ ലൂസായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ബലത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ ഞാൻ ഹീറ്റ് കൊടുത്താൽ അവർ പെട്ടെന്ന് വേപ്പർ സൈഡിലോട്ട് പോവോ? ഇല്ലല്ലോ. പക്ഷെ ലൂസായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് ഹീറ്റ് കൊടുത്താൽ പെട്ടെന്ന് അത് വേപ്പറായിട്ട് പോവില്ലേ? അങ്ങനെയെങ്കിൽ ഇവന്റെ വേപ്പർ പ്രഷർ, ഇവൻ പെട്ടെന്ന് വേപ്പർ ആവുന്നില്ല അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഇവന്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കില്ലേ? അതായത് വേപ്പർ പ്രഷർ ഓഫ് H2O വിൽ ബി ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് CH3Cl. മനസ്സിലായോടാ? എളുപ്പമല്ലേടാ? നോക്കിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ ഇതില്? ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇനി നോക്കാം, മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നോക്കാം നമ്മൾ ഇപ്പോൾ ഓക്കെ ഒരു ക്ലോസ്ഡ് വെസൽസ് എടുത്തു. ഞാൻ ഇതിലേക്ക് ഞാൻ രണ്ടെണ്ണാക്കാൻ ഒരു കണ്ടെയ്നർ 1, ഇത് കണ്ടെയ്നർ 2 ആണെങ്കിൽ ഒരെണ്ണത്തിലേക്ക് ഞാൻ കണ്ടെയ്നർ 1ലേക്ക് ഞാൻ വോളറ്റൈൽ ആഡ് ചെയ്തു. എന്താണ് വോളറ്റൈൽ സബ്സ്റ്റൻസ്? കണ്ടെയ്നർ 2ലേക്ക് ഞാൻ നോൺ വോളറ്റൈലാണ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കുക. കണ്ടെയ്നർ 1ലേക്ക് ഞാൻ എന്ത് ചെയ്തു? വോളറ്റൈലായിട്ട് ആഡ് ചെയ്തു. കണ്ടെയ്നർ 2ലേക്ക് ഞാൻ നോൺ വോളറ്റൈലായ സംഭവം ആഡ് ചെയ്താൽ ആർക്കായിരിക്കും വേപ്പർ പ്രഷർ കൂടുതൽ? മക്കൾ പറഞ്ഞ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ പ്രഷർ ആകാൻ കഴിയുന്നവരെയല്ലേ നമ്മൾ വോളറ്റൈൽ എന്ന് പറഞ്ഞ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ പ്രഷർ ആവാൻ കഴിയാത്തവരെയല്ലേ നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നോൺ വോളറ്റൈലിൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അവർക്ക് വേപ്പർ പ്രഷർ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ വേപ്പർ ആവാൻ കഴിയാത്തവരാണ്. ഗ്യാസ് ആവാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ പോയിട്ട് അവിടെ തള്ളാൻ കഴിയില്ലല്ലോ. വേപ്പർ പ്രഷർ അവർക്ക് ഇല്ല. അങ്ങനെയെങ്കിൽ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഉള്ളവരാണ്. അവരുടെ വേപ്പർ പ്രഷർ 0 ആകത്തില്ല. അവർക്ക് വേപ്പർ പ്രഷർ ഉണ്ട്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഹെൻറീസ് ലോയിലേക്ക് പോകാം. എന്താടാ ഹെൻറീസ് ലോ പറയുന്നത് നോക്കിയാലോ? ഒന്നുമില്ലടാ, നോക്കാം. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ്. ഞാൻ പറഞ്ഞു ഗ്യാസിൻ ലിക്വിഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ലിക്വിഡ്, ഒരു ഗ്യാസിനെ എടുത്ത് നമ്മൾ ലിക്വിഡിലേക്ക് ഇട്ടാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് എബവ് ദ ലിക്വിഡ് സൊല്യൂഷൻ. അതായത് നോക്കണേടാ മക്കളെ, ഞാനിവിടെ നോക്കിക്കോ, ഒരു കണ്ടെയ്നർ എടുത്തു. കണ്ടെയ്നറിലേക്ക് ഞാനൊരു മൂവബിളായ പിസ്റ്റനെ വെച്ചു. നോക്കിക്കോ, പിസ്റ്റൺ വെച്ചു. ഈ പിസ്റ്റൺ മൂവബിളാണ്, അടിയിലേക്കും മേലേക്കും പോകാൻ പറ്റും. ഇനി ഇതാണ് നമ്മുടെ ലിക്വിഡ്. ഇതേപോലെ ഇത് നമ്മുടെ ഗ്യാസിയസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ അടിയിലോട്ട് പ്രഷർ കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് എന്താ, ഇത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അടിയിലോട്ട് പ്രഷർ ഇങ്ങനെ തള്ളി കൊടുക്കുകയാണെങ്കിൽ കൂടുതലായി ഈ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടോ
ഒക്കെ ഈ ലിക്വിഡിൽ പോയിട്ട് സോല്യൂബിൾ ആവുമെന്നാണ് ആര് പറഞ്ഞത്? നമ്മളുടെ ഹെൻറി പറഞ്ഞത്. എന്താണാ പറഞ്ഞത്? ഞാൻ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത്രത്തോളം അവർ ഗ്യാസ് സോല്യൂബിൾ ആയി മാറിക്കൊണ്ടിരിക്കും. സെറ്റല്ലേടാ? അപ്പോൾ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞത്? പ്രഷർ പ്രൊപ്പോർഷണൽ സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? പ്രഷർ പ്രൊപ്പോർഷണൽ സോല്യൂബിലിറ്റി ആണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, സോല്യൂബിലിറ്റീനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സോല്യൂബിലിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലടാ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് വിച്ച് ഈസ് ഇൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. കൂടുതൽ സോല്യൂബിൾ ആണെങ്കിൽ കൂടുതൽ മോൾ ഫ്രാക്ഷൻ എന്നല്ലേ അർത്ഥം. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കൂടുതൽ സോല്യൂബിൾ ആയാൽ കൂടുതലായിട്ട് NB കൂടും. നോക്കുക, കൈ ഇപ്പോൾ കൂടണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഇത് നന്നായി കൂടിയാൽ ഇത് കൂടില്ലേ? അങ്ങനെയെങ്കിൽ എന്താ നമ്മളുടെ അർത്ഥം? കയ്യിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോല്യൂബിലിറ്റിയുടെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തൂടെ? അങ്ങനെയാണ് പി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ വന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനാണ് നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് KH അല്ലെങ്കിൽ ഹെൻറീസ് കോൺസ്റ്റന്റ്. എന്താടാ? KH അല്ലെങ്കിൽ ഹെൻറീസ് കോൺസ്റ്റന്റ്. P = KH × S കൈ എന്ന് പറഞ്ഞു. ഇനി നോക്കണേടാ ഈ KH എന്ന് പറയുന്നുണ്ടല്ലോ, ഡിഫറെൻ്റ് ടെമ്പറേച്ചറിൽ സെയിം ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ഗ്യാസ് എടുക്കുമ്പോൾ മാറുന്നു. എങ്ങനെയാണ്? ഞാൻ ഒരേ ടെമ്പറേച്ചറിൽ 298 പറയുന്ന ഒരു ടെമ്പറേച്ചർ എടുത്തിട്ട് പല ഗ്യാസിൻ്റെ KH കണ്ടുപിടിച്ചപ്പോൾ അതെല്ലാം പലതായി കിട്ടി. അതായത് KH ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് എന്നല്ലേടാ അതിൻ്റെ അർത്ഥം? ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നല്ലേടാ KHൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇത്രയേ പറയുന്നുള്ളൂ. ഇനി ഞാൻ പറയുന്നു, നോക്കിക്കോ, KH പ്രൊപ്പോർഷണൽ 1 സോല്യൂബിലിറ്റി. നോക്കിക്കോ, ഇവിടെ പ്രഷർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ KH ഇങ്ങോട്ട് വന്ന് 1 കൈ ഇങ്ങനെ വരുമ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. KH പ്രൊപ്പോർഷണൽ 1 സോല്യൂബിലിറ്റി. അതായത് ഒരു ഗ്യാസിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ ഞാൻ 2 ഗ്യാസിനെ എടുത്തിട്ട് KH നോക്കി. ഓക്കെ, ഞാൻ പറയുന്നത് ഹീലിയത്തിനെ എടുത്തു, നൈട്രജനെ എടുത്ത് വിചാരിക്കുക. എന്നിട്ട് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരേ ടെമ്പറേച്ചറാണ് ഞാൻ എടുക്കുന്നത്. 298 കെൽവിൻ എന്ന ഒരേ ടെമ്പറേച്ചർ ഞാൻ 2 ഗ്യാസിനെ എടുത്തുകൊണ്ട് എൻ്റെ KH കിട്ടി. KHൻ്റെ വാല്യൂ ഇപ്പോൾ K1നും K2 ഇത് ഗ്യാസാണ്. K1ൻ്റെ ഗ്യാസ് കൂടുതലാണെങ്കിൽ K2ൻ്റെ ഗ്യാസ് ഇതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? K1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഞാൻ സോൾബിലിറ്റി ഓഫ് 1 ആണോ സോൾബിലിറ്റി ഓഫ് 2 ആണോ കൂടുതൽ എന്ന് പറഞ്ഞാൽ സോൾബിലിറ്റി ഓഫ് 2 ആയിരിക്കും കൂടുതൽ. കാരണം അതാ KH ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോൾബിലിറ്റി. KHൻ്റെ വാല്യൂ കൂടിയാൽ സോൾബിലിറ്റി കുറയും. പെർഫെക്റ്റ് അല്ലേ? അടുത്തതിലോട്ട് പോകാം. എക്സാമ്പിൾസ്. അതായത് ഹെൻറീസ് ലോന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നോക്കാം എന്താണെന്ന് വെച്ചാൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണേറ്റഡ് ആയ ഡ്രിങ്ക്സ്. അത് നമ്മൾ ഈ ഗ്യാസിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? മാക്സിമം അതിൽ കുത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പ്രഷർ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് തുറക്കുമ്പോൾ ടപ്പ് എന്ന് പറയുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നില്ല. ഹൈ പ്രഷറിലാണ് ആ ബോട്ടിൽ സീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സോല്യൂബിളാക്കി നിർത്താൻ കഴിയുന്നു. അതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇനി സ്കൂബ ഡ്രൈവേഴ്സ് നോക്കിക്കോളെ. സ്കൂബ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുന്ന ആൾക്കാരാണ്. വെള്ളത്തിന്റെ അടിയിലോട്ട് പോയാൽ എന്താണ് ഉണ്ടാവുക? പ്രഷർ കൂടില്ലടാ. ഇവിടെ ഈ പ്രഷറുള്ളൂ. ഇവിടെ ഇത്രയും പ്രഷർ ഇങ്ങനെ കൂടിയല്ലേ? പ്രഷറായി വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടി. അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂടിയാൽ എന്ത് നടക്കും? ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കൂടും. അതായത് ബ്ലഡിൽ എന്ത് ചെയ്യും? ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കൂടും. എന്നിട്ട് അയാൾ മെല്ലെ തിരിച്ചു വരികയാണ്. മെല്ലെ തിരിച്ചു വരുമ്പോൾ എന്താ? സോല്യൂബിലിറ്റി പഴയ പോലെ കുറയാൻ തുടങ്ങും. അന്നേരം ബബിൾസ് ഫോം ചെയ്യും. ബ്ലഡിൽ എന്ത് ചെയ്യും? ബബിൾസ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബെൻസ് എന്ന് പറയുന്നത്. ഇത് നേരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയമാണ് ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുക? എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. അതിൽ ഹീലിയം, നൈട്രജൻ, അതേപോലെ ഓക്സിജൻ. ഓക്കെ, ഹീലിയം അതിൽ 11%, ഓക്സിജൻ അതിൽ 32%, നൈട്രജൻ അതിൽ 56% ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലടാ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തയിലോട്ട് പോകാം. റവോൾസ് ലോ. അപ്പോൾ നമുക്ക് റവോൾസ് ലോ പറയണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ കൺസെപ്ച്വലായിട്ട് പറഞ്ഞുതരാം. നോക്കണം. ഓക്കെ അല്ലേ?
ഇത് ഞാനൊരു സൊല്യൂഷൻ എടുത്തു, എൻ്റെ എ സൊല്യൂഷൻ. ഇത് ഞാൻ വേറൊരു സൊല്യൂഷൻ എടുത്തു, എൻ്റെ ബി സൊല്യൂഷൻ. ഇതിൽ എ മാത്രമേ ഉള്ളൂ, ആ കണ്ടെയ്നർ ബി മാത്രമേ ഉള്ളൂ. ഇത് വേപ്പറായി പോയിട്ട് ഇവിടെ ഒരു പ്രഷർ ഉണ്ടാക്കും. അതിനെ ഞാൻ P0A എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ ബി എന്ന് പറയുന്നത് P0B ആയിട്ടുള്ള വേപ്പർ പ്രഷറായിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ നോക്കണം, ഇവിടെ മൊത്തമായിട്ട് ഏതാണുള്ളത്? സർഫസിൽ ആരുടെ മോളിക്യൂളുള്ളത്? എയുടെ മോളിക്യൂളാണുള്ളത്. ഇവിടെ വരുമ്പോൾ ബിയിൽ മൊത്തമായിട്ട് ആരുടെ മോളിക്യൂൾസ് ഉള്ളത്? ബിൻ്റെ മോളിക്യൂൾസ് ആണുള്ളത്. ഇനി ഞാൻ ഇതിനെ രണ്ടിനും മിക്സ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ A+B എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. അന്നേരം ഇവിടെ നോക്കടാ, എയും ബിയുമായിട്ട് നോക്കിക്കോളേ. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ ബി നിൽക്കും, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ എ നിൽക്കും. അങ്ങനെ എ ബി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇവിടെ മൊത്തം എ ആയിരുന്നു, ഇവിടെ മൊത്തം എ വരാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ എ കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് P0A എന്ന് പറയുമ്പോൾ പ്യുവറായിട്ട് എ ഞാൻ മിക്സ് ചെയ്താൽ വരുന്നതാണ് P0A എന്ന് പറയുന്നത്. പക്ഷേ PA എന്താണ്? ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്ത്? രണ്ടിനെ കൂടി മിക്സ് ചെയ്തപ്പോൾ എൻ്റെ PA എന്ന് പറയുന്ന കമ്പോണൻറ്റ് കുറച്ചേ പോകുള്ളൂ. കാരണം സർഫസ് മോളിക്യൂൾ മൊത്തമായിട്ട് എ അല്ല, സർഫസ് മോളിക്യൂൾസിൽ ബിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ എ കാരണം ഉണ്ടാക്കുന്നത് PAയും ബി കാരണം ഉണ്ടാക്കുന്നത് ഞാൻ PBയുമായി റെപ്രസെൻറ്റ് ചെയ്തു. റവോൾട്ട് എന്താ പറഞ്ഞത്? റവോൾട്ട് പറഞ്ഞു PA എന്ന് പറയുന്നതില്ലടാ, ഈ PA എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും ആർക്ക്? കൈ എയുമായിട്ട്. എങ്ങനെയാടാ? ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ നോക്കിക്കോളെ. ഇനി വായിക്ക് നോക്കിയോ. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, 2 വോളറ്റൈൽ ലിക്വിഡ്സിനെ ഞാൻ എടുത്തു. ഓക്കെ അല്ലേ? അന്നേരം എന്താണ്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്, ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. നോക്കിക്കോ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഈച്ച് കമ്പോണന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ PB നിങ്ങൾ പറ, എൻ്റെ മക്കൾ പറ, PB എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കൈ ബി ആയിരിക്കില്ലേടാ? എളുപ്പമല്ലേടാ? നോക്കിക്കോ, PB എന്ന് പറയുന്നത് കൈ ബി ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കിക്കോ, PA ഞാൻ എന്ത് ചെയ്തു? K കൈ A എന്ന് എഴുതി. എന്നിട്ട് നോക്കിക്കോ, P0A എന്ന് പറയുന്നത് നോക്കാം. P0A എന്ന് പറയുന്നത് K കൈ A അല്ലേടാ? ഈ P0A പറയുന്നത് എപ്പോൾ വരുന്നതാ? കൈ A P0A എന്ന് പറയുന്നത് കൈ A മാത്രമുള്ളപ്പോൾ വരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ കൈ A പ്ലസ് കൈ B എടുത്താൽ 1 ആണെന്ന് നമുക്കറിയാം. കൈ A മാത്രമുള്ളപ്പോൾ വരുന്നതാണ് P0A എന്ന് പറയുന്നത്. അപ്പോൾ കൈ B എന്തായി പോവും? 0 ആയി പോവും. നോക്കണം ഒന്നുകൂടി പറഞ്ഞ, അതായത് PA ഈക്വൽ ടു പ്രൊപ്പോർഷണൽ കൈ A എന്ന് ഇവിടെ പറഞ്ഞു. അതായത് ഞാൻ PAനെ ഈക്വൽ ടു K കൈ A എന്ന് ഞാനിവിടെ എഴുതി. ഇനി നോക്കടാ, എൻ്റെ P0A എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അല്ലേ? ഞാൻ പറഞ്ഞു എന്താ P0 എപ്പോഴാണ് വരിക? കൈ A മാത്രമുള്ളപ്പോൾ. ഞാനൊരു സൊല്യൂഷനിൽ കൈ A മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതെന്താടാ? എൻ്റെ എന്താണ്? കൈ A മാത്രമാണെങ്കിൽ എനിക്ക് P0A വരും. ഈക്വൽ ടു K കൈ A എന്നല്ല അർത്ഥം. ഇനി നോക്കടാ, കൈ A മാത്രമാണെങ്കിൽ എനിക്കറിയാം കൈ A പ്ലസ് കൈ B എന്താ? 1 അല്ലേടാ? അപ്പോൾ കൈ A മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനർത്ഥം എന്താ? കൈ B 0 എന്നല്ലേ? അങ്ങനെയെങ്കിൽ കൈ A ഈക്വൽ ടു 1 എന്ന് എനിക്ക് എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ ഞാൻ എഴുതുകയാണ് P0A ഈക്വൽ ടു K കൈ A, അതായത് K എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പോൾ ഈ കേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ P0A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. PA ഈക്വൽ ടു P0A കൈ A. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ വന്നത്. അങ്ങനെയെങ്കിൽ PB എന്തായിരിക്കണം മക്കളെ? ഇതേ സംഭവം P0B. ഞാനിപ്പോൾ എൻ്റെ ലിക്വിഡിൽ P0B മാത്രമാണെങ്കിൽ കൈ B 1 ആയിരിക്കും, കൈ A 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ PB ഈക്വൽ ടു P0B കൈ B എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് വരില്ലേ? ഇനി ടോട്ടൽ പ്രഷർ എന്തായിരിക്കൂടാ? PT എന്ന് പറയുന്ന ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ PA പ്ലസ് PB അല്ലേ? അതായത് എൻ്റെ സൊല്യൂഷനിൽ PAയും ഉണ്ട് PBയും ഉണ്ട്. ഈ PA പ്ലസ് PB അല്ലേ എൻ്റെ ടോട്ടൽ പ്രഷർ ആയിട്ട് വരിക. അങ്ങനെയെങ്കിൽ P ടോട്ടൽ ഈക്വൽ ടു PA പ്ലസ് PB എന്ന് ഞാൻ എഴുതി. PAയും PBയും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താടാ? P0A കൈ A പ്ലസ് P0B കൈ B ആണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതാണ് എൻ്റെ ഇക്വേഷൻ വരിക. നോക്കാം ഞാൻ കണ്ടുപിടിച്ചു. എന്താടാ?
P0A കൈ എ പ്ലസ് P0B കൈ ബി ആയിരിക്കും എൻ്റെ പി ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഒരെണ്ണം നേരത്തെ പഠിച്ചു എന്ന് നമ്മൾ പഠിച്ചത് കൈ എയും കൈ ബിനെയും കൂട്ടിയാൽ എനിക്ക് 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൈ ബിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. P0A കൈ എ പ്ലസ് P0B ഇൻറ്റു 1 മൈനസ് കൈ എ എന്നെഴുതി ഈക്വൽ ടു PT. അടുത്ത ഈക്വേഷൻ മനസ്സിലായോടാ? ഇത്രയേ ഉള്ളൂ റവോൾസ് ലോ എന്ന് പറയുന്ന കൺസെപ്ച്വലായ സാധനങ്ങൾ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാടാ, നോക്കിക്കോ. റവോൾസ് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൊളറ്റൈലായ ലിക്വിഡ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെ പാർഷ്യൽ പ്രഷറും ഈ വൊളറ്റൈലായിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ ഞാൻ മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഓരോന്നിൻ്റെ പാർഷ്യൽ പ്രഷറും ആ സൊല്യൂഷനിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷനായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനല്ലേടാ നമ്മൾ എഴുതിയത്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം P0, അതായത് നമ്മൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പഠിച്ചു P0A എന്താണ് പഠിച്ചു. എന്താണ് P0A? ഒരു സൊല്യൂഷനിൽ പെർഫെക്റ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല, എ എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമാണെങ്കിൽ അതുണ്ടാക്കുന്ന വേപ്പർ പ്രഷർ P0A യും, ഇനി ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ബി എന്ന് മാത്രമാണെങ്കിൽ അതുണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന വേപ്പർ പ്രഷർ P0B യും ആകും. അത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്തു PA + PB എന്ന് കിട്ടി. ഇത് P0A ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ സർഫസ് മോളിക്യൂൾസിൽ PA യും A യും B യും കയറിയിരിക്കുന്നുണ്ട്. ഇവിടെ സർഫർ മോളിക്യൂൾ A മാത്രമായിരുന്നു. കാരണം അതെല്ലാം കൂടി വേപ്പർ പ്രഷർ ഉണ്ടാക്കും. ഇവിടെ അങ്ങനെ വേപ്പർ പ്രഷർ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ PA ആയി എഴുതിയത്. ഈ PA എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? നമുക്ക് P0 കൈ എ ആണെന്ന് കിട്ടി. PB എന്ന് പറയുന്നത് P0B കൈ ബി ആണെന്ന് കിട്ടി. ഇതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P ടോട്ടൽ എന്ന് പറയുന്നത് PA + PB ആണെന്ന് എഴുതി. നമ്മൾ എന്ത് ചെയ്തു? ഈ P ടോട്ടലിനെ PA + PB എന്ന് എഴുതി. P0A കൈ എ + P0B കൈ ബി എന്ന് എഴുതി. അവസാനം നമ്മൾ എഴുതി ഈ കൈ എ പ്ലസ് കൈ ബി എന്ന് പറയുന്നത് ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് എഴുതി? കൈ ബീനെ ഞാൻ 1 മൈനസ് കൈ എ എന്ന് എഴുതിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത ഫോർമുലയും എനിക്ക് കിട്ടി. നോക്കണം മക്കളെ. ഇനി എന്താണെന്നറിയോ? റവോൾസ് ലോയിലുണ്ടല്ലോ, നമ്മൾ റവോൾസ് ലോയിൽ ഒരു ഗ്രാഫ് പഠിക്കാം. എന്താ പഠിക്കുന്നത്? നമ്മൾ ഗ്രാഫ് പഠിക്കാൻ പോവുകയാണ്. ഒന്നുമില്ലടാ, എളുപ്പമുള്ള ഗ്രാഫാടാ. എല്ലാ കുട്ടികളും ഇത് കാണാപ്പാടാണ് പഠിച്ചിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാണാപ്പാടം പഠിക്കില്ല. നമ്മളിതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേടാ? നമ്മൾ എന്തായാലും പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാൻ പോയി. ഞാൻ എൻ്റെ എക്സ് ആക്സിസിൽ ഞാൻ ഇതിൻ്റെ കമ്പോസിഷൻ എഴുതാൻ പോവാണ്. കമ്പോസിഷൻ പറഞ്ഞാൽ ഇവിടെ അതിൽ എത്ര ഉണ്ടെന്ന്. ഇവിടെ ഞാൻ പ്യുവറായ കൈ എനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ കൈ A = 1 എന്ന് എഴുതി. അങ്ങനെ ഇവിടെ കൈ ബി എത്ര ആയിരിക്കും? 0 ആയിരിക്കില്ലേ? കൈ A + കൈ ബി ആണ് 1. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എൻ്റെ എ എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അന്നേരം ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ കൈ ബി കൂടി ഇവിടെ കൈ എ എന്താകും? 0 ആകും. പക്ഷേ കൈ ബി എന്താകും? അപ്പോൾ 1 ആയില്ലേടാ. മനസ്സിലായോ? ഇവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എ എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതങ്ങനെ മിക്സ് ചെയ്ത് കൈ എന്നെ എടുത്ത് മാറ്റി അവസാനം ഈ സൈഡിലേക്ക് വരുമ്പോൾ എൻ്റെ കൈ ബി മാത്രമായി. കൈ എ മാത്രമാണെങ്കിൽ ഈ സൈഡിൽ ഞാൻ വൈ ആക്സിസിൽ ഞാൻ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കൈ എ മാത്രമാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക? P0A അല്ലേ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? P0A ആയിരിക്കും. കൈ എ ആണെങ്കിൽ ഇവിടെ P0A ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൈ ബി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? P0B ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആവുമോ? അല്ല. കാരണം എന്താ? രണ്ട് വേപ്പർ പ്രഷർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി നോക്കണം മക്കളെ, ഇവിടെ കൈ എ മാത്രമായിരുന്നു. അപ്പോൾ അവിടെ P0 ആണ്. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ എത്തുമ്പോൾ കൈ എ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അതായത് ഇവിടെ കൈ എ മാത്രമായിരുന്നു. ഇനി കൈ എ എന്ന് പറയുന്ന എന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് ഇവിടെ കൈ ബി മാത്രമായി. അപ്പോൾ അത് നേരെ 0 ആയി. ഇനി ഇവിടെ നോക്കണം മക്കളെ. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? കൈ ബി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെന്താ? P0B എന്ന പ്രഷർ കൊടുത്തിരുന്നു. ഇവിടേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോയി ഇവിടെ കൈ ബി 0 ആയി. കൈ ബി 0 ആയി എന്ന് പറഞ്ഞാൽ എന്താ? കൈ ബി പാർഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ നേരെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതാണ് എൻ്റെ P ടോട്ടൽ. അത് PA + PB ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും നമുക്ക് ഈ റവോൾസ് ലോ എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് പഠിക്കാനുള്ളൂ. മനസ്സിലായില്ലടാ? ഇനി ഇത് കാണുമ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാ കൺസെപ്റ്റും വെച്ച് പഠിച്ചു. അടുത്തയിലോട്ട് പോകാം. ഐഡിയലും നോൺ ഐഡിയൽ സൊല്യൂഷൻസും എന്തൊക്കെയാടാ?
ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളി, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റവോൾസ് ലോ. റവോൾസ് ലോയിനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇനി നമ്മൾ 3 കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോടാ, ഡെൽറ്റ വി എ, അതായത് V2 - V1 മിക്സ് ചെയ്യുമ്പോൾ വോളിയം കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കും. അടുത്ത് എൻതാൽപ്പി ഡെൽറ്റ എച്ച് നമ്മൾ നോക്കും. മൂന്നാമത്തത് ഫോഴ്സ്, അതായത് ഈ ബോണ്ടുകൾ തമ്മിലുള്ള ഇപ്പോൾ എയും ബിയും മിക്സ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നോക്കാൻ പോവുകയാണ് നമ്മൾ. നോക്കണം, അതേപോലെ നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ ഇവിടെ, വിച്ച് ഡു നോട്ട് ഒബേ റവോൾസ് ലോ എന്നല്ല അതിൻ്റെ അർത്ഥം വരിക. ഐഡിയൽ എന്ന് പറഞ്ഞാൽ റവോൾസിനെ കറക്റ്റായിട്ട് അതേപോലെ എന്ത് ചെയ്യുന്നു, ഒബേ ചെയ്യുന്നു. നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, റവോൾസ് ലോനെ ഒബേ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ റവോൾസ് ലോ ഞാൻ നോക്കുമ്പോൾ ഡെൽറ്റ വി ഡെൽറ്റ എച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും എന്നറിയോ, ഡെൽറ്റ വി 0 ആയിരിക്കും, ഡെൽറ്റ എച്ച് 0 ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ സൊല്യൂഷൻ നോക്കാടാ നമുക്ക്, എ സൊല്യൂഷൻ, അതേപോലെ ഒരു സൊല്യൂഷൻ ബി ആണെങ്കിൽ ഞാൻ ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് എ എന്നും ബി എന്നും കിട്ടി. അപ്പോൾ എൻ്റെ ബോണ്ടും ബിയുടെ ബോണ്ടിൻ്റെ സെയിം ആയിരിക്കും, ഏകദേശം എ ബി എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും എന്ത്, ഫോഴ്സ് ഓഫ് ദിസ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് ബോണ്ട്. അപ്പോൾ നമ്മൾ എന്താടാ പറഞ്ഞേ, എൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തും ബിയുടെ ബോണ്ട് സ്ട്രെങ്ത്തും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതും ഇതിനോട് എ ബി എന്ന് പറയുന്നതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തിനോടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്താടാ, ഇവരുടെ വേപ്പർ പ്രഷർ, നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞില്ലേ, അതായത് ഏകദേശം ഇവരുടെ വേപ്പർ പ്രഷർ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഇതിനെ നമ്മൾ ഐഡിയൽ എന്ന് പറയുന്നു. ഇനി അടുത്തത് നോക്കടാ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നോക്കടാ, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഡു നോട്ട് ഒബേ റവോൾസ് ലോ, അതായത് റവോൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ വേപ്പർ പ്രഷർ സെയിം അല്ലടാ, ഇവിടെ വേപ്പർ പ്രഷർ ക്യാൻ ഐദർ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. വേപ്പർ പ്രഷർ കൂടാം അല്ലെങ്കിൽ കുറയാം. വേപ്പർ പ്രഷർ കൂടുന്നവരെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്നും കുറഞ്ഞു കാണിക്കുന്നവരെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയുന്നു. എളുപ്പമല്ലേടാ, നോക്കാം. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഡീവിയേഷൻ, എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത് നോക്കാം. നോക്കടാ, ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നോക്കിക്കോട്ടോ, പോസിറ്റീവ് എന്തുകൊണ്ട് കാണിക്കുന്നു ഞാൻ കാണിച്ചുതരാം. ഞാൻ ആദ്യം എൻ്റെ എ എന്ന് പറയുന്ന സൊല്യൂഷൻ എടുത്തപ്പോൾ എനിക്ക് ബോണ്ട് സ്ട്രെങ്ത് എ എന്ന് കിട്ടി, ബി എന്ന് പറയുന്ന ബോണ്ട് സ്ട്രെങ്ത് ബി ആണെന്ന് കിട്ടി. ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എ ബി എന്ന് പറയുന്ന പുതിയ ബോണ്ട് ഉണ്ടായാൽ നോക്കണേടാ, ഈ എ ബിയുടെ ബോണ്ട് ഇല്ലേടാ, ഈ എ ബിയുടെ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ഇതിനേക്കാൾ എനേക്കാളും ബിനേക്കാളും കുറവായിരിക്കും. എങ്ങനെയാടാ, എ ബി എന്ന് പറയുന്നതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് എനേക്കാളും ബിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, എ ബിക്ക് പെട്ടെന്ന് പൊട്ടി പെട്ടെന്ന് വേപ്പറായി പോയിക്കൂടെ, അല്ലേ? പെട്ടെന്ന് പൊട്ടി പെട്ടെന്ന് വേപ്പറായി പോവാം. അങ്ങനെയെങ്കിൽ ഇവരുടെ വേപ്പർ പ്രഷർ കൂടില്ലടാ, ഗ്യാസായി പോകുമ്പോൾ ഇവരുടെ വേപ്പർ പ്രഷർ കൂടില്ലടാ. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ നോക്കുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനെ കുറിച്ച് പറയണം മക്കളെ. നോക്കിക്കോളേ, ഞാൻ എ എന്ന് പറയുന്നത് എടുത്തു, അതേപോലെ ബി എന്ന് പറയുന്നതും എടുത്തു. എനെ എടുത്തു, ബിനെ എടുത്തു. നോക്കിക്കോളേ, ഞാൻ അതിനെ രണ്ടിനും മിക്സ് ചെയ്യാൻ പോവുകയാണ്. എ ബി എന്ന് പറയുന്ന പുതിയ ബോണ്ട് എനിക്ക് ഉണ്ടായി, ഇവിടെ എ ബി എന്ന് പറയുന്ന പുതിയ ബോണ്ട് ഉണ്ടായി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ എയും ബിനേക്കാൾ കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് ആർക്കുണ്ട്? എ ബിക്കുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് അസോസിയേഷൻ വന്നു. എങ്ങനെയൊക്കെ രണ്ടോ മൂന്ന് തരത്തിൽ വരാം. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ സൊല്യൂഷനിലേക്ക് അവർക്ക് വേപ്പർ ആവാൻ ഇഷ്ടമല്ല. കാരണം ഒന്നില്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടി അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മേലേക്ക് പോകുന്ന വേപ്പർ പ്രഷർ കുറഞ്ഞില്ലേ? ഗ്യാസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറഞ്ഞു വന്നില്ല, വേപ്പർ ആവുന്നില്ല പറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഞാൻ ഇതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോടാ? ഇപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നോക്കാമേ. പോസിറ്റീവ് ഡീവിയേഷനിലുണ്ടല്ലോ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. സെയിം ഇൻ ദി കേസ് ഫോർ ഡെൽറ്റ വി. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റിലോട്ട് പോകാം, അടുത്തതിലോട്ട് പോകാം. എന്താണ് അടുത്തത്?
ആ അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളണേ, നമുക്കറിയാം നോൺ ഐഡിയൽ ഇപ്പോൾ നമ്മൾ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്, അതേപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് പറയുമ്പോഴേ നോക്കിക്കോട്ടെ, ഫസ്റ്റ് നമുക്ക് നോൺ ഐഡിയൽ, ഫസ്റ്റ് നമുക്ക് ഐഡിയൽ തന്നെ തുടങ്ങാം. ഇവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്നവർ എപ്പോഴാണെന്ന് അറിയാം. ഐഡിയൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവർ ബോണ്ട് സ്ട്രെങ്ത് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നല്ല അർത്ഥം. അതായത് സെയിം ലൈക്ക് മോളിക്യൂൾസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്താലുണ്ടാവുന്നതാണ്. ലെറ്റ് മീ ഗിവ് എൻ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ബെൻസീനും ടൊളുവിനും ഞാൻ മിക്സ് ചെയ്താൽ, ബെൻസീനും ടൊളുവിനും ഞാൻ മിക്സ് ചെയ്താൽ, ടൊളുവിൻ എന്താടാ, ബെൻസീൻ്റെ മേലെ ഒരു CH3 ഉള്ളതിനല്ലേ നമ്മൾ ടൊളുവിൻ എന്ന് പറയുന്നത്. രണ്ടായാലും സെയിം ലൈക്ക് അല്ലടാ, അപ്പോൾ ഇവർ ഐഡിയൽ സൊല്യൂഷനാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറയാണ്, ക്ലോറോമീഥേൻ എടുത്തു, CH3Cl എടുത്തു, ക്ലോറോമീഥേൻ അല്ലെങ്കിൽ ഒരു ബ്രോമോമീഥേൻ എടുത്തു, CH3Br എടുത്തു ഞാൻ. ഓക്കെ, CH3Br എടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കടാ, ഇവരും എന്താടാ, CH3ൻ്റെ മേലെ 2 ഹാലജൻസ് അല്ലേടാ, അങ്ങനെയെങ്കിൽ ഇവരും ഒരേപോലത്തെ മോളിക്യൂൾസ് അല്ലേടാ, എങ്കിൽ ഇവർ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അപ്പോൾ നോക്കടാ മക്കളെ, നമുക്ക് ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാം. നമുക്ക് നോൺ ഐഡിയലിൻ്റെ എക്സാമ്പിൾസ് നോക്കാം, എളുപ്പത്തിൽ പഠിക്കാം. ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. പോസിറ്റീവ് പഠിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, CS2 കാർബൺ ഡൈസൾഫൈഡ് വരുന്നതും അതേപോലെ ആൽക്കഹോൾസും വരുന്നതും നമ്മളെ ഗിവണായ ഒരു കോമ്പൗണ്ടിൽ പറയുകയാണ് അവർ CS2 ഉണ്ട് അതിൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ട് പറഞ്ഞാൽ അവർ കാണിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം നെഗറ്റീവ് ആരെ കാണിക്കുക? നെഗറ്റീവ് മിക്കവാറും കാണിക്കുന്നത് ആസിഡ്സുകളായിരിക്കും മിക്കതും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. നമ്മൾ ട്രിക്ക് പറഞ്ഞു, നോക്കിക്കോ. ഐഡിയൽ കാണിക്കുന്നവരായിരിക്കും ഒരേപോലുള്ള മോളിക്യൂൾസ് ആയിരിക്കും. നോൺ ഐഡിയൽ 2 തരം, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് കാണിക്കുന്നവർ മെയിൻ ആയിരിക്കും കാർബൺ ഡൈസൾഫൈഡും ആൽക്കഹോളുകളും ആയിരിക്കും. നെഗറ്റീവ് കാണിക്കുന്നത് ആസിഡ്സുകളായിരിക്കും. അടുത്തതിനോട്ട് പോകാം. അടുത്തതാണ് നമ്മളുടെ അസിയോട്രോപ്പുകൾ. എന്താടാ മക്കളെ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കോളെ, അസിയോട്രോപ്സ് എന്താണെന്ന് അറിയോടാ? ഒന്നുമില്ല, ദേ ആർ ബൈനറി മിക്സേഴ്സ്. ബൈനറി മിക്സർ എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞാണ്, ഈ പാഠത്തിൽ നമ്മൾ മിക്കവാറും ബൈനറി മിക്സേഴ്സിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ബൈനറി മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സാധനങ്ങളെ എടുത്തുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അത് ബൈനറി മിക്സർ. പാഠത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹാവിങ് ദ സെയിം കമ്പോസിഷൻ പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ. ഇപ്പോൾ ലിക്വിഡ് ആയാലും വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലും അവർക്ക് സെയിം കമ്പോസിഷൻ ആണെന്നും അതേപോലെ അവർ ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അവർ ബോയിൽ ചെയ്യുകയുമാണെങ്കിൽ അതിനെ നമ്മൾ അസിയോട്രോപ്പുകൾ എന്ന് പറയും. നോക്കിക്കോടാ, ഈ അസിയോട്രോപ്പുകൾ ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമുക്കറിയാം, ഇവരെന്താടാ, നോൺ ഐഡിയൽ അല്ലേടാ. എന്താടാ, ഇവർ നോൺ ഐഡിയൽ ആണ്. ഇവർ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്, ഇവർ ഐഡിയൽ സൊല്യൂഷൻസ് അല്ല. അങ്ങനെയെങ്കിൽ നോക്കിക്കോളെ, നോൺ ഐഡിയൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത്, നോൺ ഐഡിയൽ ആണെങ്കിൽ എനിക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ നോൺ ഐഡിയൽ ആണെങ്കിൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും ഉണ്ടാവും, ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും ഉണ്ടാകും. ഓക്കെ അല്ലേ? അങ്ങനെ നോൺ ഐഡിയൽ ആണെങ്കിൽ എനിക്ക് ലാർജ് പോസിറ്റീവും കാണിക്കും, ലാർജ് നെഗറ്റീവും കാണിക്കും. ലാർജ് പോസിറ്റീവ് കാണിക്കുന്നവരെ നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. എന്താണ് നമ്മൾ വിളിക്കുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. ലാർജ് നെഗറ്റീവ് കാണിക്കുന്നവരെ നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം നമ്മൾ പറയുകയാണ്, നമ്മളോട് പോസിറ്റീവിന്റെ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ആൽക്കഹോളൊക്കെ തന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഏത് അസിയോട്രോപ്പ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണെന്ന്. കാരണം പോസിറ്റീവ് കാണിക്കുന്നവരെ ഓൾസോയിൽ നിന്ന് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെയാണ് നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അസിയോട്രോപ്പുകൾ സെറ്റ് ആയില്ലേടാ? അടുത്തതിലോട്ട് പോകല്ലേ നമുക്ക്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഈ പാഠം ഏകദേശം കഴിയാറായി അല്ലേ? നല്ല പെട്ടെന്ന് നമ്മൾ കൺസെപ്റ്റുകൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്തതാണടാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത്ര നേരം നമ്മൾ എന്ത് പഠിച്ചു? നാച്ചുറൽ സോൾവെൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? The properties which does not depend on the nature of the substance but depend upon the number of molecules. എന്തിനു പഠിക്കുക? ഓൺലി നമ്പറിനെ മാത്രം, എത്ര നമ്പർ ഉണ്ടോ അങ്ങനെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
ഇതിൽ മെയിൻലി 4 റിലേറ്റീവ് ലോവറിങ്, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രസിങ് ഇൻ ഫ്രീസിങ് പോയിന്റ്, ഓസ്മോസിസ്. മിക്കവാറും എല്ലാവരും വെറുതെ ഇതിൻ്റെ എന്ത് പറയും, ഇതിങ്ങനെ കുറയുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ഇക്വേഷൻ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് ഇതിൻ്റെ കൺസെപ്റ്റ് നോക്കാൻ പോവുകയാണ്, നമ്മൾ ഇത് മനസ്സിലാക്കി പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റാണ് ഞാൻ നോക്കുന്നു എൻ്റെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. എടാ മക്കളെ, ലോവറിങ് എന്ന് പറഞ്ഞാൽ എന്താടാ, കുറയുക എന്നല്ലേ അർത്ഥം. അതായത് ഞാൻ നോക്കണേടാ, ഞാൻ രണ്ടെണ്ണം മിക്സ് ചെയ്തപ്പോൾ എൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. നോക്കിക്കോളിടാ, നോക്കിക്കോളണേ, എങ്ങനെയാണെന്ന് അറിയോടാ, നോക്കിക്കോട്ടോ. ഞാൻ ഒരു വെസലെടുത്തു, അതിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു വോളറ്റൈലായ ലിക്വിഡ് ഉണ്ട്. എന്താണുള്ളത്, വോളറ്റൈൽ ലിക്വിഡ് ഉണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് ആഡ് ചെയ്യണമെന്ന് അറിയോ, ഒരു നോൺ വോളറ്റൈലായ, എന്താ ഞാൻ ആഡ് ചെയ്തത്, നോൺ വോളറ്റൈലായ സൊല്യൂട്ടിനെ ഞാൻ ആഡ് ചെയ്തു. മക്കളെ, എന്താ ഉണ്ടായിരുന്നത്, വോളറ്റൈൽ ലിക്വിഡിലേക്ക് ഞാൻ നോൺ വോളറ്റൈലായ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു മിക്സ്ചറിൽ എടുത്താൽ അതിൻ്റെ സർഫസിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ ഉണ്ടാവുക. ഇതെന്താണ്, പ്യുവറാണ്. ഇതെന്താണ്, പ്യുവറായ സൊല്യൂഷനാണ്. അല്ല, പ്യുവറായ ഒരു മിക്സർ എ എന്ന് പറയുന്ന എൻ്റെ മിക്സർ ആണെങ്കിൽ, പ്യുവർ ആണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ ഉണ്ടാവും. പ്യുവർ ആണെങ്കിൽ അത് P0A അല്ലേ ഉണ്ടാവുക. അതായത് സർഫസ് മോളിക്യൂളെല്ലാം മേലോട്ട് പോയി വേപ്പർ പ്രഷർ ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇതിലേക്ക് എന്ത് മിക്സ് ചെയ്തു എന്നാടാ പറഞ്ഞത്, ഞാൻ ഇതിലേക്ക് എന്താ മിക്സ് ചെയ്തത്, ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തത് എന്താ നോക്കടാ, ഞാൻ ഇതിലേക്ക് എന്താ മിക്സ് പറ, ഞാൻ മിക്സ് ചെയ്ത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്തു. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അവർ വേപ്പറായി പോകുകയില്ല. അപ്പോൾ നോക്കടാ, എൻ്റെ സൊല്യൂഷൻ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ, എൻ്റെ സൊല്യൂഷൻ ഞാൻ നോക്കിയപ്പോൾ കണ്ടോടാ, ഞാൻ നോക്കിയപ്പോൾ വോളറ്റൈലായ സോൾവിൻ്റെ ഇടയിൽ നോൺ വോളറ്റൈലായ എന്ത് കയറിയിരുന്നു, വോളറ്റൈലായ സോൾവെൻറ്റിൻ്റെ ഇടയിൽ നോൺ വോളറ്റൈലായ സൊല്യൂട്ട് കയറിയിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ സർഫസിൽ നിന്ന് വോളറ്റൈലായി പോകണ്ട, വേപ്പറായി പോകണ്ട നമ്പർ കുറഞ്ഞില്ലേ? നോക്കടാ, ഇവിടെ നോക്കുമ്പോൾ ഇത് 2, 4, 5, 6, 7 എണ്ണം മേലോട്ട് പോകും. ഇവിടെ നോക്കുമ്പോൾ വെറും 4 എണ്ണേ പോകുന്നുള്ളൂ. ബാക്കിയുള്ള 3 എണ്ണം എന്താണ്, ബാക്കിയുള്ള 3 എണ്ണം നോൺ വോളറ്റൈലാണ്. അങ്ങനെയെങ്കിൽ മേലോട്ട് പോകുന്ന വേപ്പർ കുറഞ്ഞില്ലേ, വേപ്പർ പ്രഷർ അപ്പോൾ കുറയില്ലടാ. അങ്ങനെയെങ്കിൽ മേലോട്ട് പോകുന്ന വേപ്പർ കുറഞ്ഞപ്പോൾ ഇവിടെയുള്ള വേപ്പർ പ്രഷർ കുറഞ്ഞു. ഇതിനെയാണ് മക്കളെ നമ്മൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവിടെ വേപ്പർ പ്രഷർ കുറഞ്ഞതെന്ന്? ഇനി നോക്കാം, നോക്കിക്കോ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് നമുക്കറിയാം. നോക്കിക്കോളി, നമുക്ക് എന്താണ് അറിയാൻ വരുന്നത്, ഞാൻ ആദ്യം ഇവിടെ ഇതിലേക്ക് മിക്സ് ചെയ്തപ്പോൾ എനിക്കറിയാം PA എന്ന് പറയുന്നത് P0A A ആണെന്ന് എനിക്കറിയാം. അല്ലടാ, PA = P0A A ആണെന്ന് എനിക്കറിഞ്ഞൂടെ? ഇനി അപ്പോൾ ഞാൻ രണ്ടാമത് ഇതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു നോൺ വോളറ്റൈലായ സൊല്യൂട്ടിനെ ഞാൻ ആഡ് ചെയ്തു. എന്താണ് ഞാൻ ആഡ് ചെയ്തത്, നോൺ വോളറ്റൈലായ സൊല്യൂട്ടിനെ ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ടോട്ടൽ പ്രഷർ എന്താടാ, PA മാത്രമേ ഉള്ളൂ. അപ്പോഴും എൻ്റെ ടോട്ടൽ പ്രഷർ എന്താണ്, PA മാത്രമേ ഉള്ളൂ. കാരണം എന്താ, മറ്റേത് PB എന്ന് പറയുന്നത് എന്താ, നോൺ വോളറ്റൈലാ, അവന് പ്രഷർ ഇല്ല. അങ്ങനെയെങ്കിൽ നോക്കിക്കോളെ, അങ്ങനെയെങ്കിൽ എൻ്റെ PA എന്ന് പറയുന്നത് തന്നെ അല്ലേ ഇപ്പോൾ ടോട്ടൽ പ്രഷർ വരിക. P0 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ട് വേറെ ഒന്നുമില്ലാതെ ഞാൻ എന്ത് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട്, അതായത് A എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമായിട്ട് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വേപ്പർ പ്രഷറാണ് P0A എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, A എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആയിരിക്കും എന്ന് അറിയാലോ. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ എത്ര നേരം പഠിച്ചല്ലേ. അപ്പോൾ എനിക്കറിയാം, രണ്ടാമത് ഞാൻ മിക്സ് ചെയ്തപ്പോൾ അതിലേക്ക് A+ എന്ന് പറയുന്ന പോലെ B = 1 എന്ന് പറയുന്ന ഒരു കമ്പൗണ്ടിൽ വന്നില്ലേ. രണ്ടാമത് ഞാൻ നോൺ വോളറ്റൈൽ മിക്സ് ചെയ്തു. പക്ഷെ അതെന്തുകൊണ്ട് പ്രഷറിൻ്റെ ടേംസിൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, കാരണം അത് നോൺ വോളറ്റൈലാണ്. നോൺ വോളറ്റൈലാണ്, അത് പ്രഷറില്ല, പ്രഷർ 0 ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ എഴുതി A എന്ന് പറയുന്നത് 1 - B ആക്കിയിട്ട് എഴുതി. ഞാൻ എന്ത് എഴുതിയത്, PA = P0A × A ഞാൻ തിരിച്ചെഴുതാണ്. A അങ്ങോട്ട് പോകുമ്പോൾ 1 - B ആവും അല്ലേ. A = 1 - B ആവും. അപ്പോൾ എന്ത് വരും, = 1 - B എന്ന് എനിക്ക് കിട്ടിയോടാ. അങ്ങനെയെങ്കിൽ നോക്കടാ, ഇപ്പോൾ PA
ഈക്വൽ ടു P0A മൈനസ് P0B ഇൻറ്റു കൈ ബി എന്നല്ലേ, P0A ഇൻറ്റു കൈ ബി എന്നല്ലേ വരിക. നോക്കിയല്ലേടാ നോക്കടാ. P0A മൈനസ് P0A ഇൻറ്റു കൈ ബി. ഇങ്ങനെ കിട്ടിയില്ലടാ. ഈ നോക്കിക്കോളെ, ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഞാൻ നോക്കാൻ പോകുന്നത് P0A ഇല്ലടാ. സിന്ധു എവിടെ റബ്ബർ നോക്കാം നമുക്ക്. നോക്കിക്കോ. ഓക്കെ, അതായത് പി എ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഇങ്ങനൊരു ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. അതായത് PA ഈക്വൽ ടു നമുക്ക് കിട്ടിയെന്ത് P0A കൈ എ എന്ന് കിട്ടിയതാണ്, എല്ലാവർക്കും കിട്ടിയതാണ്. അങ്ങനെയെങ്കിൽ ഈ P0A ഞാൻ എന്ത് എഴുതി, കൈ എനെ ഞാൻ എന്ത് എഴുതി, 1 മൈനസ് കൈ ബി എന്ന് എഴുതി. ഓക്കെ അല്ലേടാ, ഇവിടെ ഓക്കെ അല്ലേ, 1 മൈനസ് കൈ ബി എന്ന് എഴുതി. അപ്പോൾ PA ഈക്വൽ ടു P0A ഇൻറ്റു 1 മൈനസ് കൈ ബി വന്നില്ലേ, ഇത് ഓക്കെ അല്ലേ. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും PA ഈക്വൽ ടു P0A ഇൻറ്റു ഇങ്ങോട്ട് എഴുതി, ഇപ്പം അങ്ങോട്ട് വരുമ്പോൾ P0A ഇൻറ്റു കൈ ബി എന്ന് വന്നില്ലേ. ഇനി അതിനെ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി എഴുതാൻ പോകണം. ഞാൻ P0A കൈ ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് PA അപ്പുറത്തോട്ട് എഴുതുകയാണ്. അങ്ങനെയെങ്കിൽ P0A കൈ ബി ഇങ്ങോട്ട് വന്നു, അപ്പോൾ മൈനസ് ഉള്ളത് പോസിറ്റീവ് ആവും. P0A കൈ ബി ഈക്വൽ ടു P0A. എന്നിട്ട് ഞാൻ ഈ PA അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ പോസിറ്റീവാണ്, അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആവും. P0A മൈനസ് PA എന്ന് പറയും. ഇതിനെ ഞാൻ ഇൻറ്റു ഉള്ളതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി എനിക്ക് എന്താ അവിടെ ഡിവൈഡ് ഇറങ്ങി വരില്ലടാ. അപ്പോൾ കൈ ബി ഈക്വൽ ടു P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് നോക്കിക്കോളെ, ഇതെന്താടാ ലോവറിങ്. ഫസ്റ്റ് P0 ആയിരുന്നു, ഇപ്പോൾ സൊല്യൂട്ട് ഇട്ടപ്പോൾ PA ആയി. എങ്കിൽ എത്ര കുറഞ്ഞു? 10 ആയിരുന്നു, 8 ആയി. എങ്കിൽ എത്ര കുറഞ്ഞു? ലോവറിങ് എത്ര? 2. അതേപോലെ P0 മൈനസ് PA ബൈ റിലേറ്റീവ് ആകുമ്പോൾ ആദ്യത്തിൻ്റെ P0A ബൈ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എത്ര? LB കൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ എഴുതും നോക്കിക്കോ. രണ്ടാമത് ഞാനിതിനെ എഴുതാൻ പോവുകയാണ്. നോക്കാം. P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു കൈ ബിനെ ഞാൻ എന്ത് എഴുതി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി നോക്കടാ, ഇത് ഭയങ്കര ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും? NAയുടെ വലിപ്പം അളവ് NBനേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ഒരെണ്ണം 1000 ആണെങ്കിൽ ഇത് 1000 ആണെങ്കിൽ ഇത് ചിലപ്പോൾ 1 ആയിരിക്കും. അപ്പോൾ 1000 പ്ലസ് 1 1001 ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ മാറ്റം വരുവാടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഒരു അപ്രോക്സിമേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? NB ഡിവൈഡഡ് ബൈ NBനെ ഇവിടെ കളഞ്ഞിട്ട് NA എന്ന് ആക്കും. ഓക്കെ ആണോ? നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഈ NAനെ ഇവിടെ നിന്ന് NBനെ വളരെ ചെറുതായ കാരണം 1000ൻ്റെ ഒപ്പമൊക്കെ ചിലപ്പോൾ 1 പോയിന്റ് എന്നൊക്കെയാവും വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1000.1 എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരാത്ത കാലം നമ്മളിവിടെ അപ്രോക്സിമേഷൻ നടത്തിയിട്ട് നമ്മൾ എഴുതും P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A എന്ന് പറയുന്ന ഈക്വൽ ടു NB ബൈ NA എന്ന് പറയുന്ന പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട 2 ഇക്വേഷൻസ് ഏതാടാ? ഒന്ന് P0 മൈനസ് PA ഈക്വൽ ടു P0 ബൈ ഈക്വൽ ടു കൈ ബി എന്നും, രണ്ടാമത്തെ ഇക്വേഷൻ P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു NB ബൈ NA എന്നുമുള്ള 2 ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. സെറ്റല്ലേ? അടുത്തതിലോട്ട് പോയാലോ? അടുത്തതിലോട്ട് പോവാം. നോക്കാം. ഇനിയാണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ നോക്കണം, എന്താണ് എലവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവുക എന്നല്ലേ. അപ്പോൾ നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ഇവിടെ ഇൻക്രീസ് ആയി. എങ്ങനെയാണ് ഇൻക്രീസ് ആവാൻ പോകുന്നത്? കൺസെപ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ് പഠിച്ചു, നമ്മളുടെ
പ്യുവർ ആയിരുന്ന കോമ്പോസിഷനിൽ P0A ആയിരുന്നു, അത് PA ആയപ്പോൾ ഇതിന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഓക്കെ അല്ലെ? കമ്പോസിഷന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഉള്ള സൊല്യൂഷനിൽ ഇപ്പോൾ വേപ്പർ പ്രഷർ കുറവാണ്. സൊല്യൂഷന്റെ ഇപ്പോഴത്തെ വേപ്പർ പ്രഷർ കുറവാണെന്നുള്ള സംഭവം നമുക്ക് അറിയാം. ഓക്കെ അല്ലെ? ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? എലിവേഷൻ പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്നാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, എലിവേഷൻ പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് അറിയോടാ? നമ്മളുടെ അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് വേപ്പർ പ്രഷർ രണ്ടും കൂടി ഈക്വൽ ആവുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുക? ബോയിലിംഗ് പോയിന്റ് അച്ചീവ് ചെയ്തു എന്ന് പറയാം. നോക്കിക്കോടാ, ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനൊരു ഗ്രാഫ് വരച്ച് എൻ്റെ എക്സ് ആക്സിസിൽ ഞാൻ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ ഞാൻ പ്രഷറും ചെയ്തുകൊണ്ട് ഇവിടെ 180 m ഞാൻ മാർക്ക് ചെയ്തു. എന്താ ഞാൻ ചെയ്തത്? 180 m മാർക്ക് ചെയ്തു. 180 m എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റിൻ്റെ പ്യുവർ സോൾവെന്റ് ആവുമ്പോൾ എൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതെന്താണ്? വേപ്പർ പ്രഷറിനെ ഞാൻ ഇങ്ങനെ കാണിച്ചു. ഇനി ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? ഫസ്റ്റത്തെ റിലേറ്റീവ് ലോവറിംഗ് നമ്മൾ എന്താ പറഞ്ഞത്? വേപ്പർ പ്രഷർ കുറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞില്ലേ? റിലേറ്റീവ് ലോവറിങ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ എവിടെയാണ് ഞാൻ എൻ്റെ സൊല്യൂഷൻ എഴുതേണ്ടത്? അതായത് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രഷർ എങ്കിൽ അതിന് അടിയിലായിട്ട് ഞാൻ രണ്ടാമതൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. നോക്കിക്കോ, ഇപ്പോൾ എന്താ? ഇതെന്തിൻ്റെയാണ്? സോൾവെന്റിന്റെ, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. ഇതെന്താണ്? സൊല്യൂഷനിന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞത്. അതായത് നമ്മൾ നോൺ വോളറ്റൈൽ ആഡ് ചെയ്തപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. അങ്ങനെയെങ്കിൽ നോക്കിക്കൊള്ളേടാ, അങ്ങനെയെങ്കിൽ ഈ സോൾവെന്റ് ഇല്ലേടാ, സോൾവെന്റ് നോക്കിക്കോടാ, ഇങ്ങനെ പ്രഷർ കൂടി ടെമ്പറേച്ചർ കൂടി ഈ പോയിന്റ് എത്തുമ്പോൾ ഈ ബോയിലിംഗ് പോയിന്റിൽ വേപ്പറായി മാറും. അതായത് ബോയിലിംഗ് പോയിന്റ് അച്ചീവ്. ഈ ടെമ്പറേച്ചറിൽ അവരെന്ത് അച്ചീവ് ചെയ്തു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അച്ചീവ് ചെയ്തിട്ട് ബോയിലിംഗ് പോയിന്റ് അച്ചീവ് ചെയ്തു. എൻ്റെ സൊല്യൂഷൻ ഞാൻ നോക്കുമ്പോൾ സൊല്യൂഷൻ വേപ്പർ പ്രഷർ അടിയിലാണ്. അവരിങ്ങനെ പോയി ഈ ടെമ്പറേച്ചർ എത്തുമ്പോൾ അവർ അച്ചീവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പ്യുവറിനെ ഞാൻ എന്ത് ചെയ്തു? T0B എന്നും, T0B എന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് T0 എന്നും, ഇതിന് ഞാൻ വെറും TB എന്നും ഞാൻ വിളിച്ചു. ഓക്കെ ആണോടാ? ഇനി മക്കൾ പറ, ഏതാടാ വലുത്? ഞാൻ ഇങ്ങനെ നമ്പർ ചെയ്യാൻ പോവുകയാണ്. 5, 10, 15, 20, 25, 30 എന്ന് പറയുമ്പോൾ TB അല്ലടാ വലുത്. T0B വലുതേതാ? TB അല്ലേ? അങ്ങനെയെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ TB ഗ്രേറ്റർ ദാൻ T0B? ഇനി പറയടാ മക്കളെ, ബോയിലിംഗ് പോയിന്റ് ഇപ്പൊ കൂടിയോ? അതായത് ഇതെന്തിൻ്റെയാ? സോൾവെന്റിന്റെ പ്യുവർ ആയിരുന്നു, സ്റ്റേറ്റ് ആയിരുന്നു. ഇതെന്തിൻ്റെയാ? സൊല്യൂഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. TB വലുതാണെങ്കിൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇത് കൂടി എന്നല്ലേടാ അർത്ഥം. കൺസെപ്റ്റ് മനസ്സിലായോടാ? ഓക്കെ അല്ലേടാ? ഇനി ഞാൻ പറയാൻ പോകുന്ന നോക്കണം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡെൽറ്റ TBയെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗ്രാഫ് വരച്ചു. 180 m. ഇതേതാടാ? ഇതാണ് എൻ്റെ സോൾവെന്റ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ, ഇതാണ് എൻ്റെ സൊല്യൂഷൻ. വേപ്പർ പ്രഷർ കുറഞ്ഞത് എൻ്റെ സൊല്യൂഷൻ. അങ്ങനെയെങ്കിൽ നോക്കടാ, ഇതാണ് എൻ്റെ T0B, ഇതാണ് എൻ്റെ TB. ഞാൻ ഡെൽറ്റ TB എടുക്കുമ്പോൾ വലുതേതാ? TB മൈനസ് ചെറുതേതാ? T0B. ഇക്വേഷൻ നമ്പർ 1 മനസ്സിലായോ? ഈ ഡെൽറ്റ TB കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത് ഞാൻ എഴുതാൻ പോകുമ്പോൾ എനിക്ക് എക്സ്പെരിമെന്റലായിട്ട് കിട്ടിയത് എന്താണെന്ന് അറിയോ? ഈ ഡെൽറ്റ TB ഇല്ലേ, ഡെൽറ്റ TB പ്രൊപ്പോർഷനാണ്. ആർക്ക്? മൊളാലിറ്റിക്ക് ഇത് പ്രൊപ്പോർഷണൽ ആണെന്നും, ഡെൽറ്റ TB പ്രൊപ്പോർഷണാലിറ്റി മാറാൻ ഞാനൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് എന്നും KB/m എന്നും ഞാൻ എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണോ? ഇക്വേഷൻസ് വന്നത് മനസ്സിലായോ? ഓക്കെ ആണോ? ഡെൽറ്റ TBനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? വലുതായ TBയിൽ നിന്ന് ചെറുതായ T0Bനെ മൈനസ് ചെയ്തു. അടുത്തത് എനിക്ക് എക്സ്പെരിമെന്റലായി കിട്ടി, മൊളാലിറ്റി കൂടുമ്പോൾ എൻ്റെ ഡെൽറ്റ TB കൂടുന്നു. അങ്ങനെ ഞാൻ എഴുതുമ്പോൾ എൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എൻ്റെ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ്. ഇതിനെ ഞാൻ ഇനി വേർഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ മൊളാലിറ്റി 1 ആകുമ്പോൾ എന്താണ് എൻ്റെ ഡെൽറ്റ TB? അതാണ് എൻ്റെ KB. അതായത് ഡെൽറ്റ TB ഈക്വൽ ടു
ഡെൽറ്റ ടി ബി ഈക്വൽ ടു നമുക്കറിയാം കെ ബി ഇൻറ്റു എം ആണെന്ന് അറിയാം. അതായത് ഈ മൊളാരിറ്റി ഞാൻ 1 മോളാലാണെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എന്നല്ലേടാ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വേർഡിങ് റെപ്രസെൻറ്റേഷനും എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായില്ലേ? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിലോട്ട് പോകാൻ പോവുകയാണ്. എടാ മക്കളെ നോക്കണം, ഡിപ്രഷൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലരും ഇന്ന് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ അതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വരുന്നതാണ് നമ്മൾ ഇവിടെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറയുക എന്നതാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്താണ് ഇവിടെ അർത്ഥം വരുന്നത്? കുറയുക എന്നതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു. എന്താണ് ഇവിടെ ഉണ്ടായത്? ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ കുറയുകയാണ് ഉണ്ടായത്. എങ്ങനെ കുറഞ്ഞു എന്ന് നോക്കാം. നോക്കിക്കോ, എൻ്റെ വേപ്പർ പ്രഷർ, ഫസ്റ്റ് ഇതും നമ്മൾ വേപ്പർ പ്രഷർ വെച്ച് പറയും. നോക്കിക്കോളി, എൻ്റെ വേപ്പർ പ്രഷർ സോൾവെന്റിനാണോടാ അതോ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടപ്പോഴുള്ള സൊല്യൂഷൻ ആണോടാ കൂടുതൽ? ഇപ്പൊ പറയും മക്കൾ, പറയും എൻ്റെ വേപ്പർ പ്രഷർ സോൾവെന്റിനാണോ നോൺ വോളറ്റൈൽ ഇട്ട സൊല്യൂഷൻ ആണോ കൂടുതൽ? ശരിക്കും സോൾവെന്റിനാണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഈ പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തത് നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറയുകയാണെന്ന് പഠിച്ചു. മൂന്നാമത്തായിട്ട് നമ്മൾ പറയാം എന്താണ് ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. കേട്ടോ. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ, ഒരു കമ്പോണന്റ് വേപ്പർ പ്രഷർ അവൻ്റെ സോളിഡ് പ്രഷറിനുമായി ഈക്വലുമാകുന്നതിനെ നമ്മൾ എന്തു പറയും? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. എന്താണ്? ഒരു കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ അവൻ്റെ സോളിഡ് സ്റ്റേറ്റുമായിട്ടുള്ള വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആവുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാനിവിടെ എൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. നോക്കിപ്പോ, ഗ്രാഫ് വരച്ചു. ഫസ്റ്റ് ഞാൻ ഇവിടെ എന്താ എക്സസിൽ എന്താ പറയും? എക്സസിലാണ് നമ്മളുടെ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ എന്താ പറയും നമ്മളെ? അതിലാണുള്ളത് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേടാ? നോക്കിക്കോ, ഇതാണ് എൻ്റെ സോളിഡ് സ്റ്റേറ്റിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ കർവ് വരുന്നത്. എങ്ങനെയാണ്? എനിക്ക് സോളിഡ് സ്റ്റേറ്റിൽ ആ കമ്പോസിഷൻ്റെ ആ പ്യുവർ സോൾവെൻറ്റിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെയാണ് വരുന്നത് വിചാരിക്കാം. ഫസ്റ്റ് എനിക്ക് വേപ്പർ പ്രഷർ ആർക്കാണ് കൂടുതൽ പറയും? സൊല്യൂട്ടിനായിരുന്നു അല്ല സോൾവെന്റിനായിരുന്നു സൊല്യൂഷനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? സോൾവെന്റിനല്ലേ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിന് ഇങ്ങനെ വരച്ചു. രണ്ടാമത്തേത് ഏതാടാ? സൊല്യൂഷനാണ്. അതിന് വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കൂടുതൽ, അതിൻ്റെ അടിയിൽ കുറവായിട്ട് ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ നോക്കുമ്പോൾ എൻ്റെ സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ, സോളിഡ് വേപ്പർ പ്രഷർ ആകുന്നത് ഈ പോയിന്റിലും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ നോക്കിക്കോളെ, സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ സോളിഡ് സ്റ്റേറ്റിലേക്ക് ഈക്വൽ ആവുന്നത് ഈ പോയിന്റിലും അതേമാതിരി സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോളിഡിന്റെ വേപ്പർ പ്രഷറുമായി പോകുന്നത് ഈ പോയിന്റിലുമാണെന്ന് എനിക്ക് കിട്ടി. പ്യുവർ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? T0F എന്ന് എഴുതി. സൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ TF എന്ന് എഴുതി. എൻ്റെ മക്കൾ പറ, ഞാൻ 2, 4, 6, 8 എന്ന് ഇവിടെ എഴുതുമ്പോൾ ഏതാണ് വലുത്? T0F ആണോ TF ആണോ വലുത്? T0F അല്ലേ വലുത്. T0F ഗ്രേറ്റർ ദാൻ TF അല്ലേ? T0F ഗ്രേറ്റർ ദാൻ TF ആണ്. അങ്ങനെയെങ്കിൽ നോക്കടാ, T0F ആരുടെയാ? പ്യുവർ സോൾവെന്റിന്റെ അല്ലേ? T0F എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ അല്ലേ? അങ്ങനെയെങ്കിൽ പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഗ്രേറ്റർ ദാൻ ഇപ്പോൾ ഉണ്ടാക്കിയ സൊല്യൂഷനിന്റെ വേപ്പർ പ്രഷർ, സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്. അങ്ങനെയെങ്കിൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ചെറുതാണെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ കുറഞ്ഞു എന്നല്ല അർത്ഥം. കൺസെപ്റ്റ് കിട്ടിയോടാ മക്കളെ? കൺസെപ്റ്റ് കിട്ടിയോ? നോക്കിക്കോളെ. ഞാൻ ആദ്യം എൻ്റെ സോളിഡ് സ്റ്റേറ്റിലെ വേപ്പർ പ്രഷർ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. അതിലേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇതേതാടാ? വേപ്പർ പ്രഷർ കൂടുതലുള്ള ആളെ ഞാൻ എന്ത് പറയും? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വേപ്പർ പ്രഷർ ആർക്കാണ് കൂടുതൽ, അവനാണ് എൻ്റെ സോൾവെന്റ്. അടുത്തത് വേപ്പർ പ്രഷർ കുറവുള്ളത് അതാരാടാ? പറയ്.
സൊല്യൂഷൻ, അതായത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നടന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ സൊല്യൂഷന് എൻ്റെ സോൾവെൻറ്റിനേക്കാൾ കുറവാണ്. അതൊക്കെ എങ്ങനെ നമ്മളൊന്നുകൂടി പറഞ്ഞാൽ, നേരത്തെ റിലേറ്റീവ് ലോവറിങ്ങിലൊക്കെ പറഞ്ഞതാണ്, കൺസെപ്റ്റിലൊക്കെ പറഞ്ഞാണ്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ നോക്കുമ്പോൾ എൻ്റെ സോൾവെൻറ്റ് ഈ ഒരു പോയിന്റ് വെച്ച് സോളിഡ് സ്റ്റേറ്റിൻ്റെ വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഇതിനെ മാർക്ക് ചെയ്തു, ആ ടെമ്പറേച്ചറെ ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ അടുത്തത് എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ കുറവുള്ളതാണ്. സോൾവെൻറ്റിനായിട്ട് വേപ്പർ പ്രഷർ കുറവുള്ള കാരണം ഞാൻ അടിയിൽ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അടിയിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റുമായിട്ട് ഇവിടെ കൂട്ടിമുട്ടുന്നത് വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റിലാണ്. ആ പോയിന്റിനെ ഞാൻ TF എന്നും വിളിച്ചു. ഡെൽറ്റ TF എന്ന് പറയുന്നത് എന്താടാ മക്കളെ? നോക്ക്, ഡെൽറ്റ TF എന്ന് പറയാൻ എന്താ? വലുതാരാടാ? T0F അല്ലേ? T0F മൈനസ് ചെറുതാരാടാ? TF അല്ലേ? ഇത് തന്നെയാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷനായി മാറുന്നത്. എന്താടാ നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷനായി മാറുന്നത്? ഇതാണ്. ഞങ്ങൾക്ക് നോക്കാം. ഡെൽറ്റ TF ഈക്വൽ ടു T0F മൈനസ് TF. ഇനി നോക്കിക്കോ. ഇവിടെയും എക്സ്പെരിമെൻ്റലായിട്ട് എനിക്ക് കിട്ടിയെന്തെന്നറിയോ? എൻ്റെ ഡെൽറ്റ F കൂടുന്നു എപ്പോൾ ഞാൻ മൊളാലിറ്റി കൂട്ടിയാൽ. എന്ത് കൂട്ടിയാൽ? മൊളാലിറ്റി കൂട്ടിയാൽ എൻ്റെ ഡെൽറ്റ TF കൂട്ടുന്നു എനിക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെയും ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് KF, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. എന്താടാ? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻറ്റു M. ഇത്ര മനസ്സിലായില്ലേടാ? ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. ഇനി ഞാനുണ്ടല്ലോടാ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ KB കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, രണ്ടാമത്തത് KF കണ്ടുപിടിക്കാനുള്ള 2 ചെറിയ ഇക്വേഷനുകൾ. ഇത് നമുക്ക് കാണാപ്പാഠം പഠിക്കാം. നോക്കാം. M ഇൻറ്റു R ഇൻറ്റു T0B ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ആർക്ക്? KBക്ക്. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആർക്കാണ്? KBക്ക്. ഇനി KF ഞാൻ എഴുതുമ്പോൾ ഇത് തന്നെ M ഇൻറ്റു R ഇൻറ്റു T0F ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൽറ്റ HF, അതായത് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഇങ്ങനെ 2 ഇക്വേഷനുകൾ ഞാൻ പഠിക്കുന്നു. അതിൽ ഇനി നോക്കാം. ഈ M എന്താണെന്നറിയോടാ? ഈ M എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. എന്താണടാ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇതെന്താണ്? നമുക്കറിയാം, നമ്മളുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R. T0B നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇനി ഡെൽറ്റ HF എന്താണ്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ഇവിടെയും അതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഓക്കെ അല്ലടാ? ഇത് കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഇത് എല്ലാം കഴിഞ്ഞു. അതായത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും അതുപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും റിലേറ്റീവ് വേപ്പർ ലോവറിംഗ് ഓഫ് വേപ്പർ ഫോഴ്സും കഴിഞ്ഞു. ഇനി അവസാനത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോസിസിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ മക്കളെ, റിവേഴ്സ് ഓസ്മോസിസ് പഠിക്കണമെങ്കിൽ എനിക്കാദ്യം ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറിനെയും കുറിച്ച് പഠിക്കണം. എങ്ങനെയാടാ റിവേഴ്സ് ഓസ്മോസിസ് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്കാദ്യം ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും എന്താണെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കണം. ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും എന്താണെന്ന് ഞാൻ അറിയണമെങ്കിൽ എനിക്കാദ്യം ഡിഫ്യൂഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിഫ്യൂഷൻ പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് റിവേഴ്സ് ഓസ്മോസിസ് നമുക്ക് പഠിക്കാം. നോക്കിക്കോ, ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡിഫ്യൂഷൻ പറഞ്ഞു തരാൻ പോവുകയാണ്. നോക്കിക്കോളി. ഞാനൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു വെസൽ ഞാൻ എടുത്തു. അതിലേക്ക് ഞാനൊരു മെംബ്രെയിനെ വെച്ചു. ഈ മെംബ്രെയിൻ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ C1 എന്ന് പറയുന്ന കോൺസെൻട്രേഷനിൽ ഒരു ഇതിനെ എടുത്തു. C2 എന്ന് പറയുന്ന വേറൊരു കോൺസെൻട്രേഷനിൽ വേറൊരു സൊല്യൂഷനെയും എടുത്തു. അതിൽ നോക്കണേ, ഞാൻ എൻ്റെ C1ൻ്റെ കോൺസെൻട്രേഷൻ C2ൻ്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താടാ? C1ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, C2 നെഗറ്റീവ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തുണ്ടടാ? സൊല്യൂട്ടിൻ്റെ കുറേ പാർട്ടിക്കിളുകൾ ഇങ്ങനെയുണ്ട്. ഇതിൽ സൊല്യൂട്ട് പാർട്ടിക്കിളുടെ എണ്ണം കുറവാണ്. ഇനി നോക്കിക്കൊള്ളേ, ഈ മെംബ്രെയിൻ ഉണ്ടല്ലോടാ, ഈ മെംബ്രെയിനിലൂടെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലോ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ?
മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതാണ് എൻ്റെ ഡിഫ്യൂഷൻ. അപ്പൊ മക്കൾ നോക്കണേടാ, എൻ്റെ സൊല്യൂട്ട് C1 നിന്ന് C2ലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് സൊല്യൂട്ട് എങ്ങനെയാണ് പോകുന്നത്? C1 നിന്ന് C2ലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ സോൾവെന്റ് എങ്ങനെ നോക്കടാ ഇത് ഞാൻ 10 ഞാൻ 10 എടുത്തിരിക്കുന്നത് വിചാരിക്കാം. രണ്ടും ഞാൻ 10 മില്ലി എടുത്താൽ ഇതിൽ ഒരു 4 മില്ലി എന്താ പറയാ സൊല്യൂട്ടും അതേപോലെ 6 മില്ലി സോൾവെന്റും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇവിടെ എന്താടാ 3 മില്ലി സൊല്യൂട്ടും 7 മില്ലി സോൾവെന്റും ആണെന്ന് വിചാരിക്കുക. ഞാൻ സൊല്യൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ C1 കൂടുതൽ. അപ്പോൾ സൊല്യൂട്ട് C1 നിന്ന് C2ലേക്ക് പോയി. അതേ പ്രകാരം ഞാൻ എൻ്റെ സോൾവെന്റിനെ കമ്പയർ ചെയ്തപ്പോൾ നോക്കടാ, ഇവിടെ 7ഉം ഇവിടെ 6ഉം അല്ലേടാ. അപ്പോൾ സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുമ്പോൾ C2 നിന്ന് C1 അല്ലേടാ പോവുക. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞു തരാം, നോക്കിക്കോ. ഇവിടെ ഞാനിപ്പോൾ 2 സൊല്യൂഷൻ എടുത്ത് അതിൽ 4 മില്ലി ലിറ്റർ സൊല്യൂട്ട് 6 മില്ലി ലിറ്റർ സോൾവെന്റിലേക്ക് മിക്സ് ചെയ്ത് 10 ഉണ്ടാക്കി. അതേപോലെ ഇവിടെ 3 മില്ലി ലിറ്റർ സൊല്യൂട്ട് 7 മില്ലി ലിറ്റർ സോൾവെന്റിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇതിൽ നാം നോക്കുമ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, 4 സൊല്യൂട്ടുണ്ട്. ഇതിൽ കോൺസെൻട്രേഷൻ കുറവാണ്, 3 ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഫ്യൂഷൻ പ്രകാരം ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പോകും. എന്ത് ചെയ്യും? സൊല്യൂട്ട് എന്ത് ചെയ്യും? C1 നിന്ന് C2ലേക്ക് പോകും. അതേ പ്രകാരം സോൾവെന്റിന്റെ കേസ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ 7 മോൾ ഉണ്ടെങ്കിൽ ഇവിടെ 6 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഹൈ കോൺസെൻട്രേഷൻ ഏതാ? ഇവന്റെ സോൾവെന്റ് ഹൈ കോൺസെൻട്രേഷൻ C2 അപ്പൊ ഇത് നേരെ C2 നിന്ന് C1 പോകും. ഡിഫ്യൂഷൻ മനസ്സിലായോ? മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കൽ ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തയിലോട്ട് പോകാം. നോക്കിക്കോളേ, ഇപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ പറഞ്ഞു സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഓസ്മോസിസിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. എന്താണ് ഓസ്മോസിസ് എന്നറിയോ? നോക്കിക്കോ, ഞാനൊരു വെസൽ എടുത്തു. ഈ വെസലിൽ ഞാൻ നേരത്തെ ഒരു മെംബ്രെയിനല്ലേ വെച്ച്, ഇവിടെ ഞാൻ പ്രത്യേകതരം ഒരു മെംബ്രെയിനെ വെക്കുകയാണ്. ആ മെംബ്രെയിൻ്റെ പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താടാ? സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നറിയോടാ? സൊല്യൂട്ടിനെ കടത്തി വിടില്ല, പക്ഷെ സോൾവെന്റിനെ കടത്തിവിടും. എങ്ങനെയാടാ? സൊല്യൂട്ടിനെ കടത്തിവിടാതെ സോൾവെന്റിനെ ഇവൻ കടത്തിവിടും. എന്തുകൊണ്ടാണ് ഇവൻ സൊല്യൂട്ടിനെ കടത്തിവിടാത്തതെന്നറിയോ? സൊല്യൂട്ടിനുണ്ടല്ലോ സൈസ് വലുതാ, അന്നേരം ചെറിയ പോർസിലൂടെ അവന് കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷെ സോൾവെന്റിന്റെ സൈസ് ചെറുതായ കാരണം ഇവൻ സുഖമായിട്ട് സോൾവെന്റ് കടത്തിവിടും. ഇനി അതേപോലെ ഞാൻ C1 C2 എടുത്താൽ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ഓഫ് C1 ആണ് കൂടുതലെന്ന് എനിക്കറിയാം. കോൺസെൻട്രേഷൻ ഓഫ് C1 കൂടുതലാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് എവിടേക്കാ പോവാ? മക്കൾ പറ, എവിടുന്ന പോവാ? സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടി, അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്ത് നിന്ന് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്കല്ലേ പോവാ? നോക്കിക്കോ, അപ്പൊ എന്ത് ചെയ്യും? ഈ സോൾവെന്റ് എന്ത് ചെയ്യുന്ന അറിയോ? C2 നിന്ന് C1 പോകും. എന്താണ്ടാവുക? C2 നിന്ന് C1 പോകും. എടാ മക്കളെ, ഇങ്ങനെ സോൾവെന്റ് മൂവ് ചെയ്യുന്നതാണ് എന്താ പ്രശ്നം? ഏത് കൂടെ? സെമി പെർമേബിൾ മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ത്രൂ ദ സെമി പെർമേബിൾ മെംബ്രെയിൻ. ഓക്കെ അല്ലേ? ഫ്രം ദ ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. ഓക്കെയാണോ? അങ്ങനെയെങ്കിൽ നോക്കണേടാ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ നോക്കടാ, ഞാനൊരു കാര്യം പറഞ്ഞുതരാവേ, നോക്കിക്കോളണം എല്ലാവരും. ഓക്കെ, ഇവിടെ നോക്കടാ, ഇതിലെന്തുണ്ട്? എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഇത് C1, ഇത് C2. ഇതെന്താ? എൻ്റെ സെമി പെർമിയബിൾ മെംബ്രെയിൻ. നോക്കിക്കോളേ, ഇതെന്താടാ? പ്രഷർ ഇവിടെ PATM എന്ന് പറയുന്ന പ്രഷറുണ്ട്, ഇവിടെയും PATM എന്ന് പറയുന്ന പ്രഷറുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സോൾവെന്റ് ഒഴുകുകയാണ്. ഇവിടെ C1 കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ C2 ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ
സോൾവെന്റ് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നോക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കറിയാം, നിനക്കറിയാം, നോക്കിക്കോളൂ. ഞാൻ P-ATM ആണ് രണ്ട് സൈഡിലും. ആദ്യം ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്. ഞാനിങ്ങനെ പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടി കൂട്ടി വരുമ്പോൾ എൻ്റെ സോൾവെന്റിന്റെ ഒഴുക്കില് കുറഞ്ഞു വരും. എങ്ങനെയാടാ? ഞാൻ ആദ്യം രണ്ട് സ്ഥലത്തും P-ATM ആയിരുന്നു. ഞാൻ സോൾവെന്റ് ഒഴുകുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? പ്രഷർ ഇവിടെ ഞാൻ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. എനിക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ പ്രഷർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ കൂടി വരുമ്പോൾ ഇവിടെ നിന്നുള്ള സോൾവിന്റെ ഒഴുക്ക് കുറഞ്ഞു വരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എൻ്റെ സോൾവെന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പേജ് നിൽക്കും. ഇങ്ങോട്ട് വരുന്നത് സോൾവെന്റ് പിന്നെ വരാതെയാവും. ആ പ്രഷർ, ഈ P-ATM ഇവിടെ ഉള്ള പ്രഷർ പ്ലസ് ഒരു പ്രഷർ നമ്മൾ എക്സ്ട്രാ കൊടുത്തില്ലടാ. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടാതെ നമ്മൾ എത്രയാണോ പ്രഷർ കൂടുതൽ കൊടുത്തത് അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. എന്താടാ? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് അതിനെയാണ്. അതായത് നമ്മൾ എക്സ്ട്രാ പ്രഷർ നീഡഡ് ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ്, അത്രയേ ഉള്ളൂ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോടാ, ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. എല്ലാവരും π=CRT എന്ന് കാണപ്പാഠം പഠിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം PV = nRT എന്നുള്ള ലോ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഇവിടെ P എന്താണെന്നറിയോ? ഇവിടെ P ആണ് പ്രഷറായ ഓസ്മോട്ടിക് പ്രഷർ ഞാൻ കൊടുത്തു. =N/V × RT എന്ന് ഞാൻ എഴുതി. ഈ N/V ആണ് നമ്മളുടെ C കോൺസെൻട്രേഷൻ. അങ്ങനെയെങ്കിൽ π=CRT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഇനി നോക്കിക്കോടാ, ഞാൻ പറഞ്ഞു ഇവിടെ ഞാനിങ്ങനെ പ്രഷർ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഇവിടെ നിന്നുള്ള സോൾവെന്റിന്റെ ഒഴുക്ക് കുറഞ്ഞു വന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ സോൾവെന്റിന്റെ ഒഴുക്ക് നിന്നു. ഇനി എനിക്ക് പറഞ്ഞുകൂടെ ഞാൻ വീണ്ടും പ്രഷർ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പെർട്ടിക്കുലർ ഓസ്മോട്ടിക് പ്രഷറും കഴിഞ്ഞ് ഞാൻ അവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ എൻ്റെ ഈ ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സോൾവെന്റ് ഒഴുകും. അതായത് ഇപ്പോൾ സാധാരണമായി സ്പോണ്ടാനിയസ് ആയി നടന്നതിൽ ഞാൻ നോൺ സ്പോണ്ടാനിയസ് ആക്കി കൊണ്ട് ഒരു റിയാക്ഷൻ അവിടെ നടത്തുകയാണ്. നോൺ സ്പോണ്ടാനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്വയമായിട്ട് ആ റിയാക്ഷൻ നടക്കില്ല. നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കണം. ആ എക്സ്റ്റേണൽ വർക്കാണ് ഞാൻ കൊടുക്കുന്ന പ്രഷർ. അങ്ങനെയെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രഷർ കാരണം സാധാരണ സോൾവെന്റ് ഇവിടെ നിന്ന് ഇവിടേക്കായിരുന്നു ഒഴുകിയിരുന്നത്. അതിനെ മാറ്റിക്കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക് സോൾവെന്റ് ഒഴുകാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റിവേഴ്സ് ഓസ്മോസിസ് മനസ്സിലായില്ലേ? എന്താടാ? സാധാരണ ഒഴുകുന്നതിനേക്കാൾ ഒഴുകുന്ന ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് സോൾവെന്റ് ഒഴുകി. കാരണം എന്താ? ഞാൻ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിട്ട് ഒരു പ്രഷർ കൊടുത്തു. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് ഇതാണ്. റിവേഴ്സ് ഓസ്മോസിസിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിക്കും. അതാണ് നമ്മളുടെ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. എന്താടാ? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അതായത് കടൽ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉപ്പിനെ ശുദ്ധീകരിക്കുന്നു. അതായത് ഉപ്പ് മാറ്റി നമ്മൾ ശുദ്ധീകരിച്ച് വെള്ളമാക്കുന്നു. നോക്കിക്കോ ഇങ്ങനെ. ഓക്കെ, നോക്കാം. ഇതിൽ ഞാൻ എൻ്റെ ഉപ്പ് വെള്ളം മിക്സ് ചെയ്ത് വെച്ചു. ഇതിൽ എൻ്റെ സാധാ വെള്ളം മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സാധാരണയാണെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? വെള്ളം കൂടുതലുള്ള സ്ഥലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകും. വെള്ളം കൂടുതലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കുറവ് കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലം. കോൺസെൻട്രേഷൻ ആരെ പറയാനാണ്? സൊല്യൂട്ടിനെ പറയാനാണ്. ഓക്കെ, സൊല്യൂട്ട് കൂടുതൽ സ്ഥലം കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലം. അപ്പോൾ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് പക്ഷേ സോൾവെന്റിന്റെ വെള്ളത്തിന്റെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകില്ലേ? പക്ഷെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള വെള്ളം നേരെ നോൺ സ്പോണ്ടാനിയസ് ആയിട്ട് ഇപ്പുറത്തോട്ട് നടക്കും. ആ റിയാക്ഷൻ നോൺ സ്പോണ്ടാനിയസ് ആണ്. കാരണം നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇവിടെ ഞാൻ വെച്ചാൽ അതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്തിനെ കടത്തിവിടില്ല? സൊല്യൂട്ടിനെയും കടത്തിവിടില്ല എന്ന് ഞാനിവിടെ പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ നോക്കണേടാ, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈ ഉപ്പിനെയൊന്നും ഇമ്പ്യൂരിറ്റീസിനെയൊന്നും കടത്തിവിടില്ല. ആകെയുള്ള ഫ്രഷ് വാട്ടർ അപ്പുറത്തോട്ടേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ഉപയോഗിക്കുന്നത് സെല്ലുലോസ് അസറ്റേറ്റിനെയാണ്. സെല്ലുലോസ് അസറ്റേറ്റ്
സ്റ്റേറ്റിനെയാണ് ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെ റിവേഴ്സ് ഓസ്മോസിസും നമ്മൾ പഠിച്ചില്ലേ? എല്ലാം പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേടാ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. വാൻ ഹോഫ് ഫാക്ടർ. ഇതോടുകൂടെ നമ്മളുടെ ഈ പാഠം തീരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താടാ വാൻ ഹോഫ് ഫാക്ടർ എന്ന് അറിയോ? എന്താടാ വാൻ ഹോഫ് ഫാക്ടർ എന്നറിയോ? വാൻ ഹോഫ് ഫാക്ടർ എന്ന് അറിയോ? നമുക്കറിയാം ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്തിനെ വെച്ചിട്ടാണെന്നറിയാം? ഒരു നോൺ ഇലക്ട്രോലൈറ്റിനെ വെച്ച് ആഡ് ചെയ്തപ്പോഴാണ് ഇത്രയും നേരം നമ്മൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ ഞാനൊരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്തുണ്ടെന്നറിയോ? എൻ്റെ ഒബ്സർവ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തമ്മിൽ വ്യത്യാസം വന്നു. അപ്പോൾ അതെന്തുകൊണ്ടെന്നാണ് നമുക്ക് നോക്കാം. അതായത് എൻ്റെ ഇലക്ട്രോലൈറ്റിന് ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടുവന്ന ഒബ്സർവ് ചെയ്തതും കാൽക്കുലേറ്റ് ചെയ്തതും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈക്വൽ അല്ലാതെ ആയി വന്നു. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളുടെ ഈ ഇലക്ട്രോലൈറ്റില്ലടാ, ഈ ഇലക്ട്രോലൈറ്റ് 2 പരിപാടി ചെയ്തേക്കാം. ഒന്നാമത്തതാണ് ഡിസോസിയേഷൻ. എന്താടാ? ഒന്നാമത്തതാണ് ഡിസോസിയേഷൻ, രണ്ടാമത്തതാണ് അസോസിയേഷൻ. ഈ ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുന്നത് കൊണ്ടാണ് ഈ ഇലക്ട്രോലൈറ്റുകളെ ഇടുമ്പോൾ ഈ നമ്മളുടെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കാൽക്കുലേറ്റ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും വ്യത്യാസമായി വരുന്നത്. നമ്മൾ ഇവിടെയൊക്കെ എന്തിനെയാണ് ഉപയോഗിച്ച്? ഇവിടെയൊക്കെ ഇത്രയും നേരം നമ്മൾ ഉപയോഗിച്ചത് ഒരു നോൺ ഇലക്ട്രോലൈറ്റിനെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇലക്ട്രോലൈറ്റിനെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. നോൺ ഇലക്ട്രോലൈറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാം ഗ്ലൂക്കോസ് ആവാം, ഫ്രക്ടോസ് ആവാം, സുക്രോസ് ആവാം, യൂറിയ ആവാം. ഇങ്ങനെയുള്ളതാണ് ഇത്. ഇനി നോക്കിക്കോടെ, ഞാൻ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? ഡിസോസിയേഷനും നടത്തും അസോസിയേഷനും നടത്തുകയാണെങ്കിൽ എൻ്റെ ഡിസോസിയേഷൻ എന്താണെന്നറിയോടാ? ഞാൻ NaCl ഇട്ടപ്പോൾ NaCl എന്തായി? Na+ ആയി, Cl- ആയി. ഞാൻ 1 മോളിനെയാണ് ഇട്ടത്. NaCl എന്ന് പറയുന്ന 1 മോളിനെയാണ് ഇട്ടത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് 1 Na+ മോളും 1 Cl- മോളും 2 മോളായി മാറി. നമുക്കറിയാം എന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ 1 വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ശരിക്കും 2 മോളിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ വരുന്നു. ഇതുകൊണ്ടാണ് എന്ത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇട്ടപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്തതും കാൽക്കുലേറ്റ് ചെയ്തതും തമ്മിൽ വ്യത്യാസം വന്നത്. ഡിസോസിയേഷൻ്റെ കേസ് ഇങ്ങനെയായി. ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ 2 CH3COOH ഇട്ടപ്പോൾ അവർ ഹൈഡ്രജൻ ബോണ്ട് വഴി ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിന്നു. ഇങ്ങനെ ഈ ഡബിൾ ബോണ്ട് O ഈ OH-നേറ്റും ഇതിൻ്റെ OH ഇതിൻ്റെ ഡബിൾ ബോണ്ട് Oയും വേണ്ടി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള 2 മോള് 1 മോള് ആയിട്ട് വന്നു. അങ്ങനെയെങ്കിൽ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 മോള് വെച്ച് ചെയ്തു. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞതോ ഒറ്റ മോളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇവിടെ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ 2 മോളിനെ ഇട്ടപ്പോൾ പക്ഷേ അത് സൊല്യൂഷന് പോയപ്പോൾ അസോസിയേറ്റ് ചെയ്ത് നിന്നു. അതാണ് അസോസിയേഷൻ. ഓക്കെ അല്ലേടാ മക്കളെ? അടുത്തതിലോട്ട് പോകാം. നോക്കിക്കോളേ. അപ്പോൾ ഇതിന് വേണ്ടി എന്തെന്നറിയോ? ഇതിന് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആ കറക്ഷൻ ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്കിക്കോടാ. നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. അതായത് നമ്മൾ അസോസിയേഷനോ ഡിസോസിയേഷനോ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ നമ്മൾ എത്രയാണോ നമ്മൾ അതിലേക്ക് ഇട്ടത്. നോക്കാം എക്സാമ്പിൾ നോക്കാം. ഇനി നമ്മൾ ഡിസോസിയേഷനെ നോക്കാൻ പോവുകയാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസോസിയേഷനും പഠിക്കും അസോസിയേഷനും പഠിക്കും. നമുക്ക് ആദ്യം ഡിസോസിയേഷനെ നോക്കാം. ഡിസോസിയേഷൻ പറയുമ്പോൾ എനിക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഡിസോസിയേറ്റ് ചെയ്ത് പോകാം, വീക്ക് ഇലക്ട്രോലൈറ്റും ഡിസോസിയേറ്റ് ചെയ്ത് പോകാം. നോക്കണം മക്കളെ ഡിസോസിയേഷനിൽ വരുമ്പോൾ ഞാനൊരു A എന്ന് പറയുന്ന 1 മോളിനെ എടുത്തു. അതെന്തായി? NB എന്ന് പറയുന്ന ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു സാധനമായി മാറി എന്ന് വിചാരിക്കുക. ഞാൻ 1 മോളാണ് എടുത്തത്. അതിൽ നിന്ന് ആൽഫ ഡിസോസിയേറ്റ് പോയാൽ ഇവിടെ N മോളുള്ള കാരണം N-ആൽഫ വരില്ലേ? സെറ്റ് അല്ലേ? ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. സിമ്പിൾ കാര്യമാണ്. അതായത് ഞാൻ 1 മോളിനെ എടുത്തപ്പോൾ അതിൽ നിന്ന് ആൽഫ പോയപ്പോൾ ഇവിടെ എനിക്ക് N മോളുള്ള കാരണം ഇവിടെ N-ആൽഫ വന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ I എന്തായിരുന്നടാ? നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. അതായത്
1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അത് 1 അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് പോവുകയാണ്. റീഅറേഞ്ച് വൺ ആണിത്, 1 ആണ്. ഐ ഈക്വൽ ടു ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 മൈനസ് ആൽഫയാണ്. ഇവിടെ 1 മൈനസ് ആൽഫ അല്ലേടാ, ഇവിടെ 1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫ. ഓക്കെ അല്ലേ? അതായത് എത്ര മോളാണ് ഇവിടെ ഉള്ളത് ആഫ്റ്റർ ഡിസോസിയേഷൻ നോക്കുമ്പോൾ എനിക്ക് എന്റെ 1 മൈനസ് ആൽഫ മോൾസും ബിന്റെ എൻ ആൽഫ മോൾസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ എഴുതി എനിക്ക് കഴിഞ്ഞിട്ട് ഡിസോസിയേഷൻ ചെയ്തോ അല്ലെങ്കിൽ അസോസിയേഷൻ ചെയ്തോ കഴിഞ്ഞിട്ട് എനിക്കുണ്ട് 1 മൈനസ് ആൽഫ പ്ലസ് എൻ ആൽഫയും ഡിവൈഡഡ് ബൈ 1. അതായത് ആദ്യം നമ്മൾ എത്ര മോളാണ് ബിഫോർ ഡിസോസിയേഷൻ ഉണ്ടായെന്ന് എഴുതി. ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. 1 പ്ലസ് എൻ ആൽഫ മൈനസ് ആൽഫ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ആൽഫേനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. 1 പ്ലസ് ആൽഫ ഇൻറ്റു എൻ മൈനസ് 1. ഇതാണ് നമ്മളുടെ ഫോർമുല. എന്താടാ? ഐ ഈക്വൽ ടു 1 പ്ലസ് ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കടാ, 100% ഡിസോസിയേറ്റ് ചെയ്തു പറഞ്ഞാൽ ആൽഫ എത്രയാണെന്ന് അറിയോ? 100/100, ദാറ്റ് ഈസ് 1. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ആൽഫ 1 ആണ്, അത് നമുക്കറിയാം. എങ്കിൽ HCl ഞാൻ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് H+ഉം Cl- മൈനസുമായി. ആദ്യം 1 മോളായിരുന്നു, പിന്നെ അത് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ ഫുള്ള് 0 ആയി. ഇവിടെ 1 മോൾ 2 മോളായി. അങ്ങനെയെങ്കിൽ ഇവിടെ എൻ്റെ ഐ എന്തായിരിക്കും? വാൻ ഹോഫ് ഫാക്ടർ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ, അതായത് 1 + 1 ആയ 2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ. അത് എത്രയാണ് ഞാൻ കൊടുത്തത്? 1 മോളല്ലേ എടുത്തത് ഫസ്റ്റ്, അപ്പോൾ 1. ഇവിടുത്തെ വാൻ ഹോഫ് ഫാക്ടർ 2 ആയിരിക്കും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഞാൻ വീക്ക് ഇലക്ട്രോലൈറ്റിനെ എടുക്കുകയാണ്. എന്താടാ വീക്ക് ഇലക്ട്രോലൈറ്റ്? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് ഫുള്ളായിട്ട് അവർ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കില്ല, അവർ കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. എങ്കിൽ ആൽഫ, ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഞാൻ 10% ആണെന്ന് പറഞ്ഞു. ഓക്കെ, എത്രയാണെന്ന് പറഞ്ഞത്? ആൽഫ ഇവിടെ 10% ആണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? CH3COOH ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് CH3COO മൈനസും അതേപോലെ H+ഉമായി. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് 1 മോൾ ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെ 1 മൈനസ് ആൽഫ, ഇവിടെ ആൽഫ അല്ലേ വന്നത്? ഓക്കെ അല്ലേ? അങ്ങനെ വന്നപ്പോൾ നോക്കണേടാ, എൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എടുത്ത് എഴുതാൻ പോവാണ്. എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്? ഐ ഈക്വൽ ടു 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ആൽഫ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 10/100, ദാറ്റ് ഈസ് 0.1. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റ്. അതായത് CH3 ഇവിടെ ഞാൻ എടുത്തത് CH3CO മൈനസിനല്ലേ? CH3COH അല്ലേ? അത് CH3COO മൈനസും ആവും പ്ലസ് H+ഉം ആവും. അങ്ങനെയെങ്കിൽ 1 + 1, അതായത് N എത്ര മോൾസ് ഡിസോസിയേറ്റ് ചെയ്തു? 2 അല്ലേ? അങ്ങനെയെങ്കിൽ N 2 ആണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഐ ഇവിടെ എത്രയാടാ? ഐ ഈക്വൽ ടു ആദ്യം ആൽഫ എത്രയാ? 1 പ്ലസ് N എത്രയാ? 2 - 1 എത്രയാ? 2 - 1 ഇൻറ്റു ആൽഫ എത്രയാണ്? 0.1 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇൻറ്റു 0.1, അതായത് 1.1. ഓക്കെ അല്ലേടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എളുപ്പമല്ലേടാ? ആദ്യം CH3COOH മൈനസ് ആൽഫ 10% ആണ്, ഇതിൻ്റെ ഐ കണ്ടുപിടിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ നേരെ എന്ത് ചെയ്തു? എൻ്റെ ഇക്വേഷൻ ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച എൻ്റെ ഇക്വേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഐ ഈക്വൽ ടു 1 + n - 1 ഇൻറ്റു ആൽഫ. ഏതിൽ? ഡിസോസിയേഷനിലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ അതിവിടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ നോക്കണേടാ, ഞാൻ 1 + n - 1 ഇൻറ്റു ആൽഫ. അതിൽ ഞാൻ ആദ്യം ആൽഫ കണ്ടുപിടിച്ചു. 10% ആണെന്ന് പറഞ്ഞാൽ എൻ്റെ 10/100, അതായത് 0.1 ആണെന്ന് എനിക്ക് കിട്ടി. ഇനി കിട്ടി, അങ്ങനെ കിട്ടി. ഇനി അടുത്ത് നോക്കണേടാ, നോക്കിക്കോളൂ. അതായത് ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ n ആണ്. നോക്കിക്കോ, n എന്താടാ ഇവിടെ n എന്താ? കണ്ടാ എത്ര മോള് ബി ഉണ്ടായി എന്നുള്ളതല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ CH3COH മൈനസ് എന്തായി? 1 + 1 2 എണ്ണമായിരുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ H2SO4 ആണെങ്കിൽ എന്നെ എത്രയാടാ? 2H+ + SO4 - 2 - അങ്ങനെയാണെങ്കിൽ 3, 2H+ഉം ഒരു SO4 2 മൈനസും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ N 3. ഓക്കെ അല്ലേ? ഇവിടെ നോക്കുമ്പോൾ 1 + 2 - 1 ഇൻറ്റു 0.1, അതായത് 1.1 എനിക്ക് കിട്ടി.
ഓക്കെ അല്ലേടാ? ഡിസോസിയേഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ അസോസിയേഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അസോസിയേഷൻ ഞാൻ പറയുമ്പോൾ നോക്കണേടാ, അസോസിയേഷൻ ഞാൻ പറയുമ്പോൾ നോക്കിക്കോ, 2 CH3COOH കൂടിയിട്ട് ഒരു CH3COOH ഇങ്ങനെ നിന്ന് 1 മോളായി മാറി. അതായത് 2 മോൾ ആദ്യം ഉണ്ടായിരുന്നു, അതിപ്പോൾ 1 മോളായി മാറി. അങ്ങനെയെങ്കിൽ എൻ്റെ ഐ എന്താടാ? എത്ര നേരം പറഞ്ഞു? എത്ര നമ്പർ ഓഫ് മോൾസ് ആണോ ആഫ്റ്റർ ഡിസോസിയേഷൻ ആയത്? ആഫ്റ്റർ എത്രയാടാ? 1 മോളെ ഇപ്പോൾ എൻ്റെ സൊല്യൂഷനുള്ളൂ. ബൈ എത്ര മോളാണ് ബിഫോർ ആയി നിന്നത്? 2 മോൾ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ ആൽഫ എത്രയാടാ? 0.5. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് അസോസിയേഷൻ 2 മോള് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അത് ഹൈഡ്രജൻ ബോണ്ട് വഴി 1 മോളിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അത് 1 മോളേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 1/2, അതായത് ആഫ്റ്റർ എന്താടാ? 1 മോളായി. ആഫ്റ്റർ അസോസിയേഷൻ അത് 1 മോളായി. ബിഫോർ എന്താടാ? നോക്കടാ, 2 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ 1/2 = 0.5. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, 3 മോള് ഞാൻ ഇട്ടപ്പോൾ അത് ഇങ്ങനെ വീണ്ടും 3 എണ്ണു ഞാൻ അത് ഒറ്റ മോളെ അസോസിയേറ്റ് ചെയ്ത് നിന്നു. എങ്കിൽ 3 ഫസ്റ്റ് ഉണ്ടായിരുന്നു, അത് 1 ആയി. അങ്ങനെയെങ്കിൽ എൻ്റെ മക്കൾ പറ, ഐ എന്താ വരിക? ആദ്യം എന്തുവാ? നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ എത്ര? 1 അല്ലേ ഉള്ളൂ? 1 ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ എത്ര? 3 എണ്ണമില്ലേ? അങ്ങനെയെങ്കിൽ I = 1/3. ഇനി ഞാൻ വാൻ ഹോഫ് ഫാക്ടറിന് ഒരു എക്സാമ്പിളും കൂടി ഒരു ഇക്വേഷനും കൂടി പറഞ്ഞുതരാൻ പോവുകയാണ്. മക്കളെ ശ്രദ്ധിക്കണം, എന്താണെന്ന് അറിയോടാ? I = നോർമൽ മോളാർ മാസ്. എന്താടാ? നോർമലായ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമലായ മോളാർ മാസ്. സാർ എങ്ങനെയാണ് അങ്ങനെ വരിക? ചോദിക്കുക. അപ്പം ഞാൻ പറയും, ഇവിടെ നോക്കടാ, എൻ്റെ ഇക്വേഷൻ കണ്ടോടാ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു CH3COOH, 2 CH3COOH നേരെ പോയിട്ട് എന്താവുന്ന ഞാൻ പറഞ്ഞേ? ഒറ്റ CH3COH ആയിട്ട് നിൽക്കുന്നല്ലേ പറഞ്ഞത്? CH3C ഡബിൾ ബോണ്ട് O. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ നോർമൽ ആയുള്ള മോളാർ മാസ് എത്ര? ഈ മോളിൻ്റെ CH3 വെറും CH3COOH. അത് എത്രയാ? കാർബണിൻ്റെ 12, ഈ കാർബണിൻ്റെ 12 24, ഓക്സിജൻ്റെ 2 കൂടി 18, 36, ഇങ്ങനെ വരുമ്പോൾ 4 60 അല്ലേ എൻ്റെ നോർമൽ വരുന്നത്? അപ്പോൾ ഞാൻ 60 എഴുതി. ഡിവൈഡ് ബൈ എൻ്റെ അബ്നോർമൽ എത്രയടാ? 2 കൂടി അസോസിയേറ്റ് ചെയ്തൊരു 1 മോളായി. അപ്പോൾ 2 ടൈംസ് ഓഫ് ദിസ് അല്ലേ? 2 CH3COOH ആണ് ഇവിടെ 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 × 60, ദാറ്റ് ഈസ് 120. അങ്ങനെയെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. നോക്കണേടാ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴും, അതായത് നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ചെയ്തപ്പോഴും എനിക്ക് 1/2 0.5 എന്ന് കിട്ടി. എൻ്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തപ്പോഴും 65.1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടി. ഓക്കെ അല്ലേടാ? മനസ്സിലായല്ലേടാ? ഒന്നുമില്ലല്ലോ, എളുപ്പമല്ലേടാ? അടുത്ത നോക്കാണ് ഐൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. മക്കളെ നോക്കണേ, ഐ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നോൺ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോലൈറ്റും ഉണ്ട്. നോൺ ഇലക്ട്രോലൈറ്റിന് I = 1 ആയിരിക്കും. ഓക്കെ ആണോ? നോൺ ഇലക്ട്രോലൈറ്റിന് I എത്രടാ? 1 ആയിരിക്കും. ഇനി ഇലക്ട്രോലൈറ്റിൽ ഡിസോസിയേഷൻ ആണെങ്കിൽ I will be greater than 1. അസോസിയേഷൻ ആണെങ്കിൽ I will be less than 1. ഓക്കെ ആണോ? നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഇത്ര നേരം കുറച്ച് ചെയ്തതല്ലേ? നോക്കി നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റിൻ്റെ അസോസിയേഷൻ എടുത്തു. എൻ്റെ പ്രോബ്ലത്തിൽ വന്നത് എത്ര? അസോസിയേഷൻ എടുത്തപ്പോൾ എനിക്ക് ആദ്യം 2 കിട്ടി. ഒന്നും എനിക്ക് വലുതല്ലേടാ? പിന്നെ എനിക്ക് വന്നത് എത്ര? പിന്നെ എനിക്ക് എത്ര വന്നത്? 1.1 ആണ്. പിന്നെ എനിക്ക് വന്നത് എത്രയാണ് വന്നത്? 1.1. ഇത് രണ്ടും 1-നേക്കാൾ വലുതല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഡിസോസിയേഷൻ ചെയ്യുമ്പോൾ I will be greater than 1 എന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ അസോസിയേഷനെ നോക്കുകയാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളാം, എനിക്കിപ്പോൾ ഫസ്റ്റ് കിട്ടിയത് 0.5. അത് 1-നേക്കാൾ ചെറുതാ. അടുത്തത് 1/3, അതും 1-നേക്കാൾ ചെറുതാ. അങ്ങനെയെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, എവറി ടൈം അസോസിയേഷൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ അല്ലേടാ മക്കളെ? അങ്ങനെ ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതിലോട്ട് പോവാം. I = ഞാനൊരു പുതിയ ഫോർമുല പറഞ്ഞുതരാൻ പോവുകയാണ് മക്കൾക്ക്. I = ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എങ്ങനെയാടാ? I എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. ഞാൻ അതിനെ ഒന്ന് തിരിച്ചെഴുതി. എങ്ങനെ എഴുതി? ഈ കാൽക്കുലേറ്ററിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കിട്ടും ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി = I × കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒബ്സർവ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഫോർമുലാസ് ആണ് ഇത്ര.
ഓക്കെ, ഇനി എൻ്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്യുന്നതാണ് ഈ ഭാഗം വെച്ചിട്ട്. ഓക്കെ അല്ലേ? നോക്കിക്കോ, ഞാൻ നോക്കിക്കോടാ, എൻ്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷറിൽ P0A മൈനസ് PA/P0A ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഈ ഇക്വേഷൻ വെച്ചിട്ടും എൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന പാർട്ട് കൈ ബി ആണ്. ഓക്കെ അല്ലേ? നമ്മൾ എത്ര സൊല്യൂട്ടിനെ ഇട്ടു എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഐ എന്ന് പറയുന്ന ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ സെയിം ഫോർമുല ഐ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ ഞാൻ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക KB × വെച്ചിട്ടില്ലേ, അതിലേക്കും ഞാൻ ഐ എന്ന് പറയുന്നതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത് നോക്കടാ, TF എന്ന് പറയുന്നതും നോക്കടാ, KFM വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്നത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി പൈ എന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷറും CRT വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, അതിലേക്ക് ഞാൻ ഐ എന്ന് പറയുന്നതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവസാനമാകുമ്പോൾ ഇതാണ് എൻ്റെ ഫോർമുലാസ് വരിക. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? അവസാനത്തെ എൻ്റെ ഇക്വേഷനുകളാണ് ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോക്കാം, അടുത്തതിലോട്ട് പോവാം. ഐ ഈക്വൽ ടു നോക്കിക്കോടാ. ഇനി ഐ ഈക്വൽ ടു നമ്മൾ ഇപ്പോൾ ഇത്ര നേരം പഠിച്ച കുറച്ച് സാധനങ്ങളിൻ്റെ ഐ ഈക്വൽ ടു 3, 4 ഞാൻ ഇക്വേഷൻസ് പറഞ്ഞതില്ലേ, അതിൽ ഓരോ ഇക്വേഷൻസ് ഞാൻ ലാസ്റ്റ് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തെ എൻ്റെ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. ആദ്യം നമ്മൾ അത് വെച്ച് പ്രോബ്ലം ചെയ്തു. രണ്ടാമത്തായിരുന്നു CH3COOHൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്തു? നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു എന്താണ്? ഐ ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത്രയേ ഉള്ളൂ വാൻ ഹോഫ് ഫാക്ടർ. അപ്പോൾ ഇതോടെ നമ്മളുടെ പാഠം അങ്ങനെ കഴിയുകയാണ്. എല്ലാവർക്കും കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരേക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, നന്നായി പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക. നീറ്റ് എക്സാമും JEE നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാമടാ. കൺസെപ്റ്റ് എല്ലാം നമ്മൾക്കുണ്ട്. ഇനി എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. 1 മിനിറ്റ് ഒന്നും വേണ്ട, 30 സെക്കൻഡിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ട്രിക്കുകളുമായി അടുത്തൊരു സെക്ഷൻ 100 ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് വരെ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.